നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ നല്ല രാത്രി കാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തും. നമ്മൾ ദൈവത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 6ാമത് രാത്രിയിൽ ദൈവസന്നിധിയിലിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ 5 പകലും 5 രാത്രിയിലും ദൈവസഭയായ ദിവസനെ താണിരിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ സ്തുതിപ്പാനും മാറ്റമില്ലാത്ത ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് സഹായിച്ച എല്ലാ കൃപകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലവും കർത്തൃപാദപടത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ വിരുദാസന്മാർ ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ മതിയായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ശമൂൽ അവരുടെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃവിത്തിനെ കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തിയോടെ കരങ്ങളെടുത്തല്ലോ. വചനത്തിൽ നിന്ന് ആത്മാവിൽ കൂടെ ഒക്കെ ശുശ്രൂഷിപ്പാൻ കർത്തൃവിത്തിനെ കർത്താവ് അധികാരപ്പെടുത്തി ദൈവകൃപയോർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെ ദിവസത്തിലായിരിക്കാം. കർത്തൃവിത്തിനെ ദൈവത്തിൻ്റെ ആത്മാവിശക്തിയോടെ ഉപയോഗിക്കട്ടെ. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അതിനായി കർത്തൃദാസനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്തൃദാസൻ ദൈവനെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനൗൺസ് ചെയ്ത പോലെ കർത്താവിന് വെച്ചാൽ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനപ്പെടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി അത് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്നാനപ്പെടുവാൻ ചില പ്രിയപ്പെട്ടവർ തയ്യാറായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഇപ്പോൾ കർത്തൃദാസൻ പാസ്റ്റർ ശമൂൽ. സന്തോഷമുള്ള ദൈവമക്കളെ കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാവേളയിലും എളിവനാട് ജനിക്ക് നിങ്ങളോടൊപ്പം ആരിപ്പാനും കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയാണ് ക്ഷണിച്ച പ്രിയ ദേവദാസൻ കുടുംബം, സഭാ വിശ്വാസികൾ, മാതാപിതാക്കൾ, സഹോദരി, കൊച്ചു കുഞ്ഞുങ്ങൾ, വിശേഷലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന പ്രിയ വിശുദ്ധന്മാർ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് അത്ഭുതം ചെയ്യുവാൻ. എൻ്റെ മിടുക്കോ സാമർഥ്യമോ കഴിവൊന്നുമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സർവശക്തിയുള്ള ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ ആലയത്തിൻ്റെ ഉള്ളറകളിൽ കടന്നു വന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഹൃദയത്തിൽ സത്യമുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സത്യമുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് ആരെങ്കിലും കള്ളത്തനം പറയുന്നവരുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ സത്യമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. നേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നടക്കും. പ്രൈസ് ഗോഡ്. നേരുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരും. സത്യമുള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് ചലിക്കത്തുള്ളൂ. സത്യത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുകൾക്ക് മറുപടി അയക്കുന്ന സർവശക്തിയുള്ള ദൈവം ഈ 2015 പ്രാർത്ഥനയിലും കർത്താവ് ചലിക്കാൻ പോകുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥന. എന്നോട് സംസാരിക്കണം, എൻ്റെ വിഷയത്തോട് സംസാരിക്കണം. എൻ്റെ വ്യക്തിപരമായ വിഷയത്തോട് ഞാൻ കരയുന്നത്, ഞാൻ ഉപവസിക്കുന്നത്, ഞാൻ ദൈവപാദപത്തിൽ ദിനരാത്രങ്ങൾ കരയുന്ന വിഷയത്തിന്മേൽ ഒരു അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കാൻ തയ്യാറായാൽ ചോദ്യത്തിന് മറുപടി അയക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തെ അറിയുന്ന, ഹൃദയത്തിൻ്റെ ആഴത്തെ അറിയുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളറകളെ അറിയുന്ന, ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്തകളെ, ചിന്താമണ്ഡലത്തെ അറിയുന്ന, ഹൃദയത്തിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കും പോലെ കരയുന്ന വിഷയം അറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയത്തിൽ സത്യമുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. കള്ളത്തനത്തോടെ പ്രാർത്ഥിച്ചാൽ വിടുതലില്ല. സത്യമുണ്ടെങ്കിൽ ദൈവം ശക്തമായി പ്രവർത്തിക്കാൻ ശക്തനാണ്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒറ്റ കാര്യവുമില്ല. കർത്താവ് സകലത്തിനും വിടുതലയക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എല്ലാവർക്കും അറിയാവുന്ന ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 29, 30, 31 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 29, 30, 31 വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്ന് വായിക്കാം. പ്രാർത്ഥിക്കാം. ശമന ഘടക ജനഘടനാദികൾ കമന ബൗഷമനാദി അന്ധരാജന ഘടകം ക്ഷാരജാര ഘടകൽക്കന യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ രക്തം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെടുവാൻ അടകരാധ ശബ്ദരാധ ധീകൽ ഘടക ജകാര ഘടകം ക്ഷാരജാര ഘടകം അടയാജകന യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. യെസ്. ൂഢബാലഭാരഭാര ഷൈഡഭാര ഭീകമാന ഹത്തരക്ഷ വേദരക്ഷ സൗന്ദരാദി ഭീകമാനം. അഭിഷേകത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം യൗവനക്കാരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ.
അഭിഷേകത്തിന്റെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ട് വരട്ടെ. ഇന്ന് രാത്രി സഹോദരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പകർച്ച ഈ രാത്രി വെളിപ്പെടുവാൻ. ഘടകജന ഹംദര അർക്കമന ഘടകം ശാരജാര ഘടകരഗതി ഹതുരജാര ഘടക സംഭവാര ഘടകൽ കരാതി. കർത്താവേ, നിന്നെ വാഴ്ത്തുകയാണ്. പരിശുദ്ധനായ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വായിച്ച വചനം അങ്ങേടത്. വചനത്തിൻ്റെ വാതിൽ കർത്താവ് തുറക്കണമേ. എന്നെ തന്നെ താഴ്ത്തുകയാണ്. ഒന്നുമായില്ല കർത്താവ് ശക്തീകരിക്കണം. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി, അമ്മമാർക്കായി, പിതാക്കന്മാർക്കായി, എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തും. വ്യക്തമായി കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എളിയവൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പിശാച് അവരെ തൊടാൻ അനുവദിക്കരുത്. യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്ര വയ്ക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആ വാക്യം വീണ്ടും വായിക്കാം. യേശു അവിടെ നിന്നും യാത്രയായി ചെന്നു. വായിക്കാം. കൊണ്ടുവന്നു വച്ചു. മതി. ഇന്ന് രാത്രിയിലും ചില വിടുതലുകൾ ശക്തമായി രാത്രി പ്രതീക്ഷിക്കണം. ഒന്നാമതായി ഇന്ന് രാത്രി പ്രതീക്ഷിക്കേണ്ടത് ആത്മീകമായ വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി, ഞാൻ രാവിലെയും പറഞ്ഞ വിഷയം ഇങ്ങനെയാണ്. ആത്മീകമായ വിടുതൽ നടക്കുമ്പോൾ മറ്റുള്ള എല്ലാത്തിനും മറുപടി ഉണ്ടാകും. പ്രാർത്ഥനയ്ക്ക് വന്നവരോട് ഉപവാസത്തിൻ്റെ 5ാമത്തെ രാത്രിയിലും ആത്മീകമായ വളർച്ചയ്ക്കും ആത്മീകമായ വിടുതലും പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന സഭയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മീക വളർച്ച വെളിപ്പെടാൻ പോകുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മീക വളർച്ചയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന പൈശാചികന്റെ വ്യാപാരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മീകത്തിൽ നീ വളരാതിരിപ്പാൻ, ആത്മീകത്തിൽ ഉയരാതിരിപ്പാൻ, ആത്മീക തലത്തിൽ വർദ്ധിച്ചു വരാതിരിക്കാൻ പ്രവർത്തിക്കുന്ന സകല ദേശാധിപതി വ്യാപാരത്തെ വഴിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, കർത്താവിനെ ആരാധിക്കുന്ന കുടുംബത്തിനകത്ത്, കർത്താവിനെ സേവിക്കുന്ന സഭയ്ക്കകത്ത് അധരജാനഘടകസി ഒരു പാരമ്പര്യത്തിന്റെ വളർച്ചയല്ലേ ആവശ്യം, ആത്മീകമായ വളർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യത്തിന്റെ വളർച്ച ഇടിച്ച് നിരത്തിയിട്ട് ആത്മീകമായ വളർച്ച തരുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ സ്നാനപ്പെട്ടിട്ട് 30, 50, 20 വർഷമായാലും അത് കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രിയിലും അടകാരകസി പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ മാനസാന്തരമുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, അതര വിശ്വസ്തതയുണ്ടെങ്കിൽ, അടകസി വളരാൻ പോകുന്നത് പാരമ്പര്യമല്ലെന്ന്, വളരാൻ പോകുന്നത് ചുടമനജനഘടകസി പാരമ്പര്യമല്ല, വളരാൻ പോകുന്നത് ചുടമനജനഘടകസിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പാരമ്പര്യത്തിന്റെ മണ്ഡലത്തെ ഇടിച്ചു മാറ്റി ആത്മീകം വളരുവാൻ, ആത്മീക തലത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഗലീല കടൽപ്പുറത്ത് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ഹോളിനകത്തേക്ക് വന്നിട്ടുണ്ട്. ചൂടാവ സംഭവ ജഗൽക്കര വൈക്ഷസി വിടുതലില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ദേശം നോക്കി നിൽക്കെ 2015 സഭയ്ക്കകത്ത് ശക്തമായ അഭിഷേകത്തിന്റെ വളർച്ച, അതുരജാനഘടകസി ചില വിടുതലിന്റെ വളർച്ചകൾ ഇന്ന് രാത്രിയിലും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നത് ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഒരു സ്തോത്രം പറഞ്ഞാലും അതിന് ആരോഗ്യത്തോടെ പറയണം. ഹല്ലേലൂയ. ഒരു സ്തോത്രമേ പറയാൻ പറ്റുമെങ്കിൽ മതി. അത് ആരോഗ്യത്തോടെ പറയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൈയും വീശി കാലും വീശി 45 മിനിറ്റ് ട്രിവാൻഡ്രം പട്ടണത്തൂടെ രാവിലെ നീ നടക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി ആരോഗ്യത്തോടെ സ്തോത്രം പറയാൻ തയ്യാറായാൽ അടകാജകൽക്കര വൈഷസിയാര് ഇന്ന് രാത്രി നിന്റെ അസ്ഥികൾക്ക് വാദിച്ചു നിൽക്കുന്ന, ബോൺ ക്യാൻസറാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ക്യാൻസർ ആകുന്ന രോഗത്തിന്റെ കെട്ട് അടകാമനയ ജഗൽക്കന വൈഡസിയ ഇന്ന് രാത്രി നിന്റെ രോഗമിരിക്കുന്ന ഭാഗത്ത് പരിശുദ്ധാത്മന്റെ തീ ഇറങ്ങി ചെന്ന് അതുരജാന ഘടക സന്ദര അൽക്കാമന ഘടകസി ആ രോഗബാധ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങ്. അസ്ഥിവേദനകൾ ഇന്ന് രാത്രി അഴിയട്ടെ. അസ്ഥിവേദനയിട്ട് അതിനെ ക്യാൻസർ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ക്യാൻസർ ആകുന്ന രോഗാത്മാവിനെ നാസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരങ്ങളെ വിടുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ രക്തം ജയം. സ്വത്രം. ഒന്ന് മുടന്തർ. അവിടെ വാക്യം വായിക്കുന്നു. ഈ വിഷയം നമ്മൾ കേട്ട വിഷയങ്ങളാണ്. ആത്മീക തലത്തിലായിരിക്കുന്ന മൊണ്ടികൾ ആത്മീകത്തിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആത്മീക തലത്തിൽ മൊണ്ടിയായിരിക്കുന്ന, മുടന്തരായിരിക്കുന്ന വ്യക്തികളെ 2015 ആത്മീക തലത്തിൽ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ശ്രദ്ധിക്കണം, എഴുന്നേൽക്കുന്ന വ്യക്തി മിണ്ടാതിരിക്കത്തില്ല, എഴുന്നേൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ ആരംഭിക്കും. എഴുന്നേൽക്കുന്ന വ്യക്തി മിണ്ടാതിരിക്കത്തില്ല, അവർ ഒരുങ്ങാൻ ആഗ്രഹിക്കും. എഴുന്നേൽക്കുന്ന വ്യക്തി അതരകസ് ഒരിടത്ത് മാത്രം നിന്ന് കറങ്ങുക മാത്രമല്ല, അവർക്ക് ചില യാത്രകൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവരോട് ഒരു ആത്മീകമായ എഴുന്നേൽപ്പ്. സ്വത്രം. സ്നാനപ്പെട്ട ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരോട് ഒരു സാധാരണ പ്രാർത്ഥന ഉപയോഗിക്കാറ്. കർത്താവ് ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽപ്പിക്കണം, എനിക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. അജാല കാലുകൾ തളർന്നു പോകുന്നത് പോലെ, അസ്ഥികൾ കുഴഞ്ഞു പോകുന്നത് പോലെ, നടുവിന് താഴോട്ടൊരു ആരോഗ്യമില്ലാത്തത് പോലെ, അജകാരഘടക സംഭവം എഴുന്നേൽക്കാൻ പറ്റാതെ നിന്റെ എഴുന്നേൽപ്പിന് വിരുദ്ധമായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റി വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ചില എഴുന്നേൽപ്പ് വെളിപ്പെടാൻ പോവുകയാണ്. പൈസലോ അടക എഴുന്നേറ്റെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എഴുന്നേൽക്കെങ്കിൽ മാത്രമേ സുടവരഘടകസി കണ്ടിട്ടില്ലാത്ത അചാരകസി സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത നന്മകൾ കാണുവാൻ ഒരു യാത്ര നിനക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കണം. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരും. അത് വരാതിരിപ്പാൻ ഇന്ന് രാത്രി പറ, കർത്താവേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഒന്ന് ആത്മീകത്തിൽ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. കർത്താവേ കൃപാവരത്തിൽ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. കർത്താവേ വെളിപ്പാടിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്നും എഴുന്നേൽപ്പിക്കാൻ. മണിക്കൂറുകൾ രാത്രികാലം പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുന്നേൽക്കട്ടെ. എഴുന്നേൽക്കാൻ നിന്നെ വിടാതെ പിടിച്ചമർത്തുന്ന പൈശാചികന്റെ വ്യാപാരങ്ങൾ എൻ്റെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. പ്രസംഗിക്കുന്ന ഞാനല്ല, കേൾക്കുന്ന നിങ്ങളുമല്ല, പ്രതികൂലം മാറ്റുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് മാറ്റിയാലേ അത് വിടുതലാകൂ. പ്രൈസ് ഗോഡ്. ഉടമനഘടകസി പ്രാർത്ഥിച്ചിട്ടും എഴുന്നേൽക്കാൻ പറ്റാതെ, ആത്മീകത്തിൽ മാത്രമല്ല സാമ്പത്തിക തലത്തിൽ എഴുന്നേൽക്കാൻ പറ്റാതെ, ശുശ്രൂഷ തലത്തിൽ എഴുന്നേൽക്കാൻ പറ്റാതെ, വിദ്യാഭ്യാസ മേഖല എഴുന്നേൽക്കാൻ പറ്റാതെ, അജകാരഘടകസി നീ രക്ഷപ്പെടത്തിലെന്ന് വിധി കൽപ്പിച്ച പിശാചു മനുഷ്യരെ നോക്കി നിൽക്കെ പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, അവരെ തലമുറകൾ എഴുന്നേൽക്കുന്ന വർഷമാണ് 2015. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് കരച്ചിൽ പരാജയത്തിൻ്റെതല്ല. ഈ വർഷം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട്, ഈ സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എഴുന്നേൽക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരും വിളിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായി നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ സ്വയമായി എഴുന്നേൽക്കാനും പഠിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ സ്വത്രം ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്. ഇളയവനെ വിളിച്ചാൽ ഉടൻ അവൻ എഴുന്നേൽക്കും. വിളിച്ചാൽ ഉടൻ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എഴുന്നേറ്റ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അടുത്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങും. മൂത്തവനാണെങ്കിൽ എത്ര വിളിച്ചാലും എഴുന്നേക്കത്തില്ല. അമറി കിടന്നുകൊണ്ടേയിരിക്കും. എൻ്റെ മക്കൾ ആരും പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. നിങ്ങളെ പിള്ളേരൊക്കെ നല്ലവരാണ്. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. മുറുവൽ മാത്രം കേൾക്കും. വിളിച്ചാലും എഴുന്നേൽക്കാത്തവർക്ക് അടുത്ത സംഭവം എന്തായിരിക്കും? അമ്മമാർക്കും അപ്പന്മാർക്കും അറിയാം. ചില അമ്മമാരാണെങ്കിൽ അവിടെ നിന്നും കൂടെ ഒരു ശാപം ഇടും. കഷ്ടകാലത്തിന് തലമുറ കിട്ടുന്നവരെ ഭയങ്കര കരച്ചിലായിരുന്നു. കിട്ടിക്കഴിഞ്ഞ് വലുതായപ്പോൾ കുഞ്ഞിന് തലമുറയ്ക്ക് വിരുദ്ധമായ ശാപം ഇടുന്ന അമ്മമാരുണ്ട്, ശാപം ഇടുന്ന പിതാക്കന്മാരുണ്ട്. നിങ്ങളെല്ലാവരും നല്ലവരാണ്, ശ്രദ്ധിക്കണമേ. എഴുന്നേൽക്കാത്തവന് അടി ഉറപ്പ്. ഈ 2015 ആത്മീക തലത്തിൽ എഴുന്നേൽക്കാത്ത പെന്തക്കോസ് വിശ്വാസിക്ക് അടി ഉറപ്പെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മീക തലത്തിൽ എഴുന്നേൽക്കാതെ അഹങ്കാരത്തെ ഉള്ളിനകത്ത് വെച്ച് ഞാൻ തന്നെ പ്രധാനപ്പെട്ട വ്യക്തി, നിന്റെ ആരോഗ്യം കണ്ടുകൊണ്ട്, നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട്, നിന്റെ സാമ്പത്തികം, നിന്റെ വീടും കണ്ടുകൊണ്ട് ആത്മീക തലത്തിൽ എഴുന്നേൽക്കാത്ത വിശ്വാസിക്ക് 2015 അടി ഉറപ്പ്. ചിലതിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അടിക്കുന്നത്, ഒന്ന് എഴുന്നേക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചിലതിനെയൊക്കെ കർത്താവ് തൊട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതിനെ തൊടാൻ പോകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതിനൊക്കെ അടി വീഴാൻ പോകുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ വർഷം അടി ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾ കുറിച്ചിട്ടോ ചൂടവാര ഘടകസി. അപ്പൊ മൂത്തവരെ വിളിച്ചാലും എഴുന്നേൽക്കത്തില്ല. എനിക്കുള്ളവനെ അവനെ പെട്ടെന്ന് ചെന്ന് ഒരു 2 പോള പറ്റിച്ചാൽ ആ സെക്കൻഡ് അവൻ എഴുന്നേക്കും. എഴുന്നേൽക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും യേശു എന്തെങ്കിലും ഒരു വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്കും നിങ്ങൾക്കും തരുന്ന അടി
പരാജയപ്പെടുവാനല്ല, അത് എഴുന്നേൽക്കുവാൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഉറങ്ങി ചത്തുപോയനെ അത് വരാതിരിപ്പാൻ നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം വന്നിട്ടുണ്ട്. ദിവാനഘടക രഹസ്യ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് അവന്റെ മുമ്പിൽ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു മുടന്തനെ കുറിച്ച്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ മുടന്തൻ വന്നു, എഴുന്നേക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന 21:7-3. ഇനി ചിലരൊക്കെ നാളെ ഉപവസിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ചിലരൊക്കെ എത്ര പറഞ്ഞാലും ശരി, ഞാൻ ഇങ്ങനെ പോകും, എനിക്കറിയാം എവിടെ എത്തുന്നത്, എത്തണ സമയാമരത്തിൽ കയറുന്നത് വരെ നീ ഇങ്ങനെ പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ന് നിനക്ക് പാടാനും പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. ചുടാരാഹതരകസി. അതിനു മുമ്പ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ തയ്യാറാകുന്ന കുടുംബങ്ങൾക്കകത്ത് നന്മകൾ വരാൻ പോകുന്നു, ചില വിടുതലുകൾ വരാൻ പോകുന്നു. ഡോക്ടർ വിധി എഴുതിയാലും, മനുഷ്യർ വിധി എഴുതിയാലും, പ്രവാചകൻ വിധി എഴുതിയാലും നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ വിധി എഴുതിയതാണ് എന്നെ, പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ അഭിഷിക്തന്മാർ കരഞ്ഞപ്പോൾ എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. പ്രാർത്ഥിക്കുന്നവർ, രോഗിയായിരിക്കുന്ന ഇന്ന് രാവിലെ വിഷയം വെളിപ്പെട്ടവർ മാത്രമല്ല, ഇനി ഇവിടെ ചിലർ ഇപ്പോൾ ഉണ്ട്. ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കുവാൻ ഇവിടെ വായിച്ചത്, അവിടെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് വായിക്കുന്നു, അമ്മേ പ്രൈസ് ദി ലോർഡ്, പത്രോസും യോഹന്നാനും കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് പുറത്തൊരുവനിരുന്ന് കൈനീട്ടുന്ന ഒരു അനുഭവം. ഭിക്ഷ യാചിക്കുന്നു മുടന്തൻ. അവനെ കൊണ്ടിരുത്തിയ ചില പുള്ളികളുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് ഈ പ്രാർത്ഥനയ്ക്ക് വന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് നീ വിശ്വസിക്കണം. വന്നിരുന്നിട്ട് പരമ്പ് കാറ്റടിച്ചെടുത്തോണ്ട് പോകാതെ നീ ഇരുന്നിട്ട് കാര്യമില്ല. നിന്നെ കൊണ്ടുവന്നത് കർത്താവാ. പലർക്കും വരാൻ പറ്റാതെ, പലരും സ്വസ്ഥതയില്ലാതെ വെന്റിലേറ്ററിനകത്ത് വെള്ളം എന്ന് ഇന്ന് രാത്രി വലിക്കുമ്പോൾ, കോടിക്കൽ കാശും വച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന് വെളിയിൽ നിൽക്കുമ്പോൾ, എന്നെ നിങ്ങളെ കൊണ്ടിരുത്തിയ ദൈവത്തിന് സ്തോത്രമെങ്കിലും പറയുന്നേ. ശിവലഘടകസി, ഒരു സ്തോത്രമെങ്കിലും നീ പറ. ഇത് ഞാൻ കുറെ കേട്ടതും കണ്ടതുമാണെന്ന് മസിൽ പിടിക്കാതെ ഒരു സ്തോത്രമെങ്കിലും പറയാൻ തയ്യാറാകുക. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്ന ദൈവം പരാജയപ്പെടുത്തി അയക്കുവാനല്ല, ചിലതൊക്കെ തരാൻ പോകുന്നതോർത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില കൃപാവരങ്ങൾ തരാൻ പോവുക, ചില വെളിപ്പാടുകൾ തരാൻ പോകുന്നു, ചില ദർശനങ്ങൾ തരാൻ പോകുന്നു, ചില അന്യഭാഷകൾ തരാൻ പോകുന്നു. ഇതുവരെ വെളിപ്പെടാത്ത ഒരു ആരാധനയുടെ തീ നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുക. ഈ യൗവനക്കാരുടെ മേൽ ചില അഭിഷേകത്തിന്റെ തീ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ചൂടാബാല ധീകാരക ശബാല ബഹഗജന ഹജഗന അർക്കല ബൗക്ഷല ശിബബ ജഗന ധിഗജ ഹഗജ. ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ യൗവനക്കാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ ചലിക്കട്ടെ. രാജ രഗജ രഗബല ശബല ബഹഗജന ശുഡബല ദിഗലക സഗദന രഗജന അർക്കല ബൗക്ഷല ദീഗവരക്ത സൈഡവരഗന രാജാധീക ഹഗജ ഹജഗ മനയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ മോനെ നിന്റെ പേര്? ദൈവം ചിലതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് തരാൻ പോകുക. പ്രാർത്ഥിച്ചോ. ചുടബല ഹജന ഘടകരഗതനി അർക്കമാന ഘടകരഹസി. വാഴ്ത്തത്തം ബാലൻസ് വയ്ക്കാതെ ഷീബാര വൈഡാര ഹപ്തുന ജഗലഘടകസി. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീര് തുള്ളികൾ തുരുത്തിയിൽ കർത്താവിനെ എത്തിയിട്ടുണ്ട്. പരാജയത്തിൻ്റെ വർഷമല്ല 2015. നീ ഇരിക്കുന്നുവെങ്കിൽ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകൾ, എൻ്റെ ദൈവം എങ്ങനെ മുൻപോട്ട് പോകും, എന്താകും, എന്തൊക്കെയാണ് എൻ്റെ വിഷയം എന്നൊരു വിടുതൽ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദാസനോട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഭാവിയോടും വിദ്യാഭ്യാസ മണ്ഡലത്തോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചുടപരകസി പ്രതികൂലങ്ങളെ അഴിച്ചു മാറ്റി നിൻ്റെ ഭവനത്തോട് ദൂത് പറഞ്ഞ ദൂതുകൾ നിവർത്തിയാക്കാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ആത്മീകർത്തി ഏറ്റുവാങ്ങുവാൻ അടകാമനയ രകൽക്കന വൈഷ
അധാരകൽക്കന ഘടകസി സമർപ്പിക്കാൻ തയ്യാറായാൽ മാതാപിതാക്കളുടെ കുടുംബത്തിൽ വെച്ച് നിന്നെ ചില വ്യത്യസ്തമായ നിലവാരത്തിൽ മാനിക്കും. അബ്ദുനാര ഘടകസിയാര ബൗഷസി സർട്ടിഫിക്കറ്റിന്മേൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഈ 2015 നിനക്കായി ചില വഴികൾ ഒരുക്കാൻ പദ്ധതിയുണ്ട്. അപകട മേഖല പാഞ്ഞു കയറിയപ്പോൾ ആക്സിഡന്റ് ഒഴിവാക്കി നിന്നെ വിടുവിച്ച ദൈവ സാന്നിധ്യം അതുരാമനയായി പരാജയപ്പെടുവാനല്ല. നിന്റെ അമ്മയുടെ കണ്ണുനീരുകൾ കർത്താവിന്റെ തുരുത്തിയിൽ കിടപ്പുണ്ട്. അതിന് മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൂതൻ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ മോൻ്റെ അമ്മയാരെ ശക്തമായി പ്രാർത്ഥിക്കണം. ഇവന് വേണ്ടി കരഞ്ഞതും പ്രാർത്ഥിച്ചതും ദൈവത്തോട് ചോദിച്ചതും പരാജയപ്പെടുവാനല്ല. ഈ കുഞ്ഞിനെ ഒന്ന് പണിതെടുക്കാൻ പോവുക. പൊളിഞ്ഞു കിടക്കുന്ന ആത്മീക തലത്തെ, പരാജയപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ, പ്രാർത്ഥിക്കാൻ വീട്ടിലിരുന്നാൽ ഇവൻ്റെ മേൽ പ്രാർത്ഥന വെളിപ്പെടാതെ വഴിതെറ്റിച്ചു വിടാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ കെട്ടുകളെ അഴിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ ചില ദൂതുകൾ കിടപ്പുണ്ട്. അതിനെ നിവർത്തിയാക്കാൻ ഈ മകനെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അമ്മ ഒന്നുകൂടെ കരയണം. ഇവൻ്റെ പേര് ഒരു അഭിഷേകത്തിൻ്റെ തീ വെളിപ്പെടുവാൻ ദൈവം ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 മണിക്കൂർ സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് 1 മണിക്കൂർ പ്രാർത്ഥന ഇല്ല. ഈ പ്രാർത്ഥന പോരാ, ഈ പ്രാർത്ഥന പോരാ മോനെ. പ്രാർത്ഥന കുറവുണ്ട്. ക്ഷീബാര ഹതരഘടകരഹസി നിന്നോട് മാത്രമല്ല ദൂത് പറഞ്ഞ നിന്റെ ഭവനത്തിൽ ഉൾപ്പെടെ, ഭവനത്തിനകത്ത് 4 പേരുടെ മേലും ദൂത് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും കരയാനും സമർപ്പിച്ചുകൂടെ തകർന്നു പോകുന്നതിന് മുമ്പ് കരയാൻ തയ്യാറായാൽ വരാൻ പോകുന്ന സംഭവത്തെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വിടുതൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി പ്രാർത്ഥിക്കണം. ആത്മീകത്തിൽ എഴുന്നേൽക്കട്ടെ. പൊളിഞ്ഞു പോകാതെ, തകർന്നു പോകാതെ, കൂട്ടുകുരുക്കിനകത്ത് നീ അകപ്പെട്ടു പോകാതെ ആത്മീക തീ വെളിപ്പെടുവാൻ. ശിവന ഘടകജനാദി നല്ല വഴിക്ക് വന്നാലും നിന്നെ തെറ്റിച്ചു കൊണ്ടുപോയാൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുരുക്കുകൾ ഇന്ന് രാത്രി അഴിയാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം അനുകൂലമാണ്. മനുഷ്യൻ പ്രതികൂലം, പഠിക്കുന്നിടത്ത് പ്രതികൂലം, ദേശം പ്രതികൂലം, ദൈവം അനുകൂലമാക കൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി പ്രാർത്ഥിക്കാൻ വന്നവരോട് ഇന്ന് രാത്രി എന്തെങ്കിലും കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ നടക്കുന്ന പ്രാർത്ഥന എന്താണ് നമുക്ക് കിട്ടിയത്? കഴിഞ്ഞ 4 രാവും പകലും, ഇന്ന് രാവും പകലുമൊക്കെ ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ദൈവജനത്തോട് എന്താ നമുക്ക് കിട്ടിയത്? ചെറിയ 7 ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടിയോ അമ്മാമേ? വലുതായിട്ട് മെച്ചമൊന്നുമില്ല, ഇങ്ങനെ ഒരു പരുവത്തിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. ഇതല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് രാത്രി കിട്ടാൻ പോകുന്നത് നശിച്ചു പോകാത്ത ചില കൃപാവരമാണെന്ന്. ചിലർക്ക് കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര അന്യഭാഷ വരും. അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ സൗദി അറേബ്യ രാജ്യങ്ങളിലോ അറബിൻ രാജ്യങ്ങളിൽ പോകണമെന്ന് പറഞ്ഞ് യാത്രയുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം വരും. അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞാൽ സന്തോഷമില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് അതിനെ നീ സന്തോഷിക്കേണ്ടത് ദൈവകൃപ കിട്ടുമെന്ന് പറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റ് കിട്ടുന്ന മറ്റുള്ള എല്ലാ ഭൗതിക നന്മകളും നഷ്ടപ്പെട്ടാലും നിത്യത വരെ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള എല്ലാം നഷ്ടപ്പെടും. സൗന്ദര്യം നഷ്ടപ്പെടും, സാമ്പത്തികം നഷ്ടപ്പെടും, അടകാജകസി ഞാനും നിങ്ങളും പണിത് വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടും, വാഹനം നഷ്ടപ്പെടും. ഞാനും നിങ്ങൾ ഓമനിച്ചു വളർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ നമ്മെ കൈവിടുന്ന കാലഘട്ടമുണ്ട്. പക്ഷെ ദൈവം തരുന്നത് അതര ജനഘടകസി ഒരു ഭൗതിക നന്മ മാത്രമല്ലെന്ന്, ദൈവം തരുന്ന സ്വർഗത്തിലെ നന്മകളാണ്. അത് ഇന്ന് രാത്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അത് ചിലരുടെ ശരീരത്തിനകത്ത് ഈ രാത്രി വെളിപ്പെടാൻ പോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. തലമുറകൾ ഇന്ന് രാത്രി വിശ്വസിക്കണം, എൻ്റെ മേലൊരു കൃപാവരം കിട്ടും. എനിക്ക് ചില കൃപാവരങ്ങൾ ദൈവം തരും, ചില വെളിപ്പാടുകൾ തരും, ചില ദർശനങ്ങൾ തരും, ചില അന്യഭാഷകൾ എനിക്ക് തരും. എന്റെ സ്ഥിതി ദൈവം മാറ്റും. എനിക്കൊരു യാത്രയുണ്ട്. 2015 പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, യാത്രയിലാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. യാത്ര എപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട്. സമയമില്ല, പ്രായമില്ല, പരിധിയില്ല, ചെറുപ്പവും വലുപ്പവും പാസ്റ്ററും പ്രവാചകനൊന്നുമില്ല. യാത്ര ഏത് സമയത്തും തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അചാലകസി യാത്രയ്ക്ക് മുമ്പ് ഒരു ഒരുക്കമുണ്ട്. ആ ഒരുക്കത്തിന്റെ അടയാളങ്ങളാണ് ഈ നടക്കുന്ന പ്രാർത്ഥനകൾ. ഒരുങ്ങി എന്ന് തീരുമോ അന്ന് യാത്രയുണ്ടാകും. ആ യാത്ര വിലപ്പെട്ട യാത്രയാണ്, മടങ്ങി വരാത്ത ഒരു യാത്ര. പ്രൈസ് ദി ലോർഡ്. അന്നാണ് നമ്മളോടുള്ള വാഴ്ത്തത്വം പൂർണ്ണതയിലെത്തുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട്, അടകജനാദി യാത്രയിലായിരിക്കുന്ന ദൈവസഭയോട്, യാത്രയിലായിരിക്കുന്ന
ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കും. യാത്രാമധ്യത്തിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന അനർത്ഥ മരണങ്ങൾ ഇന്ന് രാത്രി ഒഴിവാകുവാൻ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെട്ടുകൊണ്ട് നിന്നോട് പറഞ്ഞ ദൂത് നിവർത്തിയാവുന്ന സമയം വരെ യാത്രാമധ്യത്തിൽ അപകടപ്പെടുത്താതെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കിട്ടുമെന്ന് കരുതി ഒരുപാട് ആൾക്കാർ പോയപ്പോൾ അദ്ദേഹം കൈ നീട്ടിയെന്നാണ് അവിടെ വചനത്തിൽ വായിച്ചത്. കൈ നീട്ടി പോകുന്നവരൊക്കെ 5, 10. പണ്ടത്തെ കാലത്തിൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ ഇരിക്കുന്നറിയാം. 4 അണ, അരയണ, കാലണ, മുക്കാലണ. പിന്നെ തൊട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 5 പൈസ 2 പൈസയ്ക്കൊക്കെ ആയിരുന്നു നെല്ലിക്ക, കാരക്ക, ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിക്കുന്നത് കാലഘട്ടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ചെറുപ്പമുള്ള ചെറിയവരേലും വലിയവരെ ഇരിക്കുന്ന നോട്ടെല്ലാം 1000-ന്റെ 500-ന്റെ 100-ന്റെ പോലും ഇല്ല. രീതി മാറി. അജാലഘടകസി പണ്ടത്തെ അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ പറഞ്ഞിട്ട് വന്നൊക്കെ കിട്ടുന്നത് അണയാ അന്തരാരകസി. അതുപോലെ ഈ പ്രിയപ്പെട്ടവൻ കൈ നീട്ടി വാങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ടിരുത്തിയവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എത്ര കിട്ടിയാലും കൊണ്ടിരുത്തിയവർക്ക് അത് കൊടുക്കുന്നത് അവൻ ആകാരം മാത്രം. പക്ഷേ ഒരിക്കലും കിട്ടാത്ത, ആരും കൊടുക്കാത്ത, ആരിൽ കൂടെ വെളിപ്പെടാത്ത അജാരകസി, ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമാണ് അന്ന് പകൽക്കാലം നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കിട്ടാത്ത ചില നന്മകൾ ചില വീടുകളിൽ വരാൻ പോകുകയാണ്. ഇതുവരെ കിട്ടാത്ത ചില ഉയർച്ചകൾ, ഇതുവരെ വരാത്ത ചില വ്യക്തികൾ ആലയത്തിൽ വരാൻ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന നമ്മൾ വരുന്നവരെ കൈക്കൊള്ളാൻ തയ്യാറായാൽ കർത്താവ് അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അജാലഘടക സന്തരാജകൽക്കര വൈഷസി. ചിലത് കിട്ടുമെന്ന് കരുതി ഈ ദൈവദാസന്മാർ പോയപ്പോൾ അവൻ കൈ നീട്ടി. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് തരാനില്ല, വെള്ളിയും പൊന്നൊന്നും എനിക്കെന്തില്ല, തരാനില്ല, തരാനില്ല, തരാനില്ല. വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല. പാവം ദൈവദാസന്മാരാ. ചുടമര ഹജനഘടകരഹസ്യാരം. ഇന്ന് ദൈവദാസന്മാരെ ഞങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചിലർ ഒട്ടുമില്ലെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. ദാരിദ്ര്യവാസികളാണ് അത് പറയുന്നത്. ദാരിദ്ര്യവാസികളായ ചില ദൈവദാസന്മാരും വിശ്വാസികളും ഉണ്ട്. എപ്പോഴും പറഞ്ഞാലും ഇല്ല, എത്ര കിട്ടിയാലും ഇല്ല, ഉണ്ടെങ്കിലും ഇല്ല, ഇല്ലെങ്കിലും ഇല്ല. ഈ പറച്ചിൽ നിർത്തിയിട്ട് വരാൻ കർത്താവ് തന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എവിടെ പ്രസംഗിക്കുമ്പോൾ പറയും എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. ആത്മീകമായ നന്മകൾ, ഭൗതികമായ നന്മകൾ, അതാരകൾക്കിടെ വസ്തുക്കൾ, വീടുകൾ, തലമുറകൾ, വാഹനങ്ങൾ ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട്. തന്ന നീ ഇല്ലെന്ന് പറയാതെ പറ, ഉണ്ടെന്ന് പറ. ഒന്നുമില്ലെങ്കിലും ആയുസ്സെങ്കിലും ദൈവം തന്നില്ലേ? ആ ദൈവത്തിന് സ്തോത്രം പറയുന്നേ. ഉടമര നമ്മോട് കൂടെ പഠിച്ചവരും ഇറങ്ങിയവരും പ്രസംഗിച്ചവരും ജോലി ചെയ്തവരും പലരും ചത്തു മണ്ണിനോട് ഇരയായപ്പോൾ നമുക്ക് ആയുസ് എന്ന ദൈവത്തിന് ആയുസ്സെങ്കിലും തന്നില്ലേ? ആ ദൈവത്തിന് സ്തോത്രം നീ പറയുന്നു. ആയുസിന്റെ ഉടമൻ ഇന്ന് രാത്രി ചിലരുടെ ആയുസിന്റെ മേലുള്ള പോരുകൾ ഈ രാത്രി കർത്താവ് അഴിക്കുകയാണ്. ചിലരെ ജീവനോട് യുദ്ധം ചെയ്യുന്ന, ജീവനോട് അവകാശം പറയുന്ന അന്ധകാര വ്യാപാരങ്ങൾ എന്റെ കർത്താവ് അഴിച്ചോ ചിലരെ വിടുവിക്കുകയാണ്. വിടുതൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ആയുസിനോട് യുദ്ധം ചെയ്യുന്ന പോരഴിയട്ടെ. ജീവന്റെ ഉടമസ്ഥൻ ഇന്ന് രാത്രി വിടുതലയിക്കട്ടെ. അസ്ഥികളുടെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. രക്തത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കട്ടെ. കൈനീട്ടി നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ആരാധനയ്ക്ക് വന്നവരോട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വന്നതല്ലേ. ഒരുപാട് കാര്യങ്ങൾ യൗവനക്കാർക്ക് പഠിക്കാനുള്ളവരുണ്ട്, ജോലി വിഷയങ്ങളുണ്ട്. എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ചൂടപാര ഹത്തുന ജഗാന ഘടകൽക്കനാദി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അവൻ കിട്ടുമെന്ന് കരുതി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് ചിലത് ലഭിക്കും. 2015 സഹോദര ചിലതൊക്കെ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചതും കരഞ്ഞതും നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ വാരി എറിഞ്ഞ കണ്ണുനീരുകളും ശിവല ഹടകജനാദി വൈഷസിയാരം. ജീവനുള്ള ദൈവമുണ്ടെന്ന് ജാതികൾ അറിയേണ്ടത്. നീ പുറമേ സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിച്ച ചില ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അർക്കമനഘടകര സന്തരാധരാദിയാര ഹബ്തുൽക്കമനഘടകസി
തകർന്നു പോയ സ്ഥാനത്ത് നിന്നെ വിളിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചത് പരാജയപ്പെടുത്തുവാനല്ല. ഈ 2015 കരയാൻ തയ്യാറായാൽ ധീരജാല ഘടകം അടയാമനകസി അഭിഷേകത്തിൻ്റെ തീ മതിൽ നിന്റെ മേൽ പകർന്നുകൊണ്ട് ചുടവര ഇന്നത്തെ സ്ഥിതി മാറ്റിമറിച്ച് അജകം മനകം ജനഘടകം ചുടവരകം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിന്റെ മേൽ വെളിപ്പെടും. നിന്റെ മേൽ മാത്രമല്ല, വൈടകം നിന്റെ വിഷയത്തിൻ്റെ മേൽ ചലിക്കുന്ന വർഷമാണ് 2015 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂതറിയുകയാണ്. ധീരജാലഘടകം ദൂതുകൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ വേണ്ടും പോലെ വിടുതൽ നടക്കാതെ അതിന് വിരുദ്ധമായി നിൽക്കുന്ന തടസ്സം ഇന്ന് രാത്രി എഴുവാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായ ജീവനെ പോലും ഒതുക്കിക്കളയാൻ പിശാച് പദ്ധതിയിട്ട സ്ഥാനത്ത് ജീവൻ ആപത്തു വരാതെ ഓർക്കുന്നുണ്ടോ നീ അനുഭവിച്ച പ്രശ്നങ്ങൾ, അടകാരകസി പ്രതികൂലത്തിന്റെ വാക്കുകൾ എങ്ങനെ പിടിച്ചു നിൽക്കും ദൈവമെന്ന് ചിന്തിച്ച സമയങ്ങൾ, അതിൻ്റെ നടുവിലൊക്കെ ആയുസ്സിനെ നീട്ടി ഇതുവരെ കൊണ്ടെത്തിച്ചതുപോലെ ഇന്ന് രാത്രി കരയാൻ തയ്യാറായാൽ ചിലതൊക്കെ 2015 ഞാൻ നിനക്കായി തരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂതറിയിക്കുന്നു. ഉണരുക, പ്രാർത്ഥന കുറയ്ക്കണ്ട. പരാജയം കാണുവാൻ കാത്തിരിക്കുന്ന ആഭിചാരകൻ നോക്കി നിൽക്കേ. നിന്നെ പണിയപ്പെടുന്ന വർഷമാണ് 2015 ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കാൻ. സഹോദര, ചിലതൊക്കെ കിട്ടും, വിശ്വസിക്കുക. ചിലതൊക്കെ കിട്ടും, ചില മറുപടി കിട്ടും, ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. പോകുന്ന സ്ഥലത്തൊക്കെ ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നീ പിറകെ നടക്കും, ദൈവദൂതന്മാർ നിന്റെ മുമ്പേ നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ചുടപനഹജനഘടകശംദനാദനാദി അടയാ സൗന്ദര്യമോ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനോ അല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. അതിലപ്പുറമായി വാഴ്ത്തത്വം നിറവേറുവാൻ ചിലതൊക്കെ ദൈവം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ വാഴ്ത്തത്വം ബാലൻസ് വയ്ക്കത്തില്ല, നിവർത്തിയാക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടുത്തെ സമയം എത്രയാണ് ഭാഷേ? 8:30. ഓക്കെ, 9:30 റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ഒരാൾ വരുന്നുണ്ട്, മാവേലിക്കരയിൽ. അവരെയും കൊണ്ട് എനിക്കും എൻ്റെ വീട്ടിൽ പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേക പരിശുദ്ധനോട് സംസാരിക്കുന്നത്, ഈ പുരുഷന്മാർക്ക് രാത്രിയും ഈ രാവിലെയും ദൂത് പറയും, ഞങ്ങളോടെ ഒന്നും പറയുന്നില്ല. ഒരു ചിന്താഗതി ഇതിനകത്ത് ഭരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യമുള്ളവരിവിടെ ഇരിപ്പുണ്ട്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നുണ പറയുന്നവരും ഇതിനകത്ത് കാണും. പ്രൈസ് ദി ലോർഡ്. എത്രയോ കേട്ടിരിക്കുന്ന ഒരു മാനസാന്തരം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധന് പറയുന്നവരോടല്ലേ പറയാൻ പറ്റും. അജലഘടക രകാജനാദി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും വന്നാലും സ്ത്രീകൾക്ക് അതൂത് കൂടുതൽ. ഇന്ന് ഇങ്ങനെ രീതി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വൈകിട്ട് അല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ കാണിച്ചാണ്. ഇവിടെ വന്നാൽ നിരത്തി ദൂത് പറയുന്ന ആൾക്കാരാണ്, പക്ഷേ ഈ സഹോദരിമാരോട് ഒന്നും പറഞ്ഞില്ലെന്ന് അവർക്കൊരു ചിന്താഗതി. പറഞ്ഞെങ്കിലല്ലേ പറയാൻ പറ്റൂ, കൈ നിന്നിട്ട് പറയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സുഖിപ്പിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ല. ഇനി ഒരു പ്രസംഗം ചോദിച്ചൊരിടത്ത് പോണ പരിപാടിയും ഇല്ല. വിളിക്കാൻ പറഞ്ഞു പോണ പരിപാടി നാട്ടിലും ഇല്ല, വീട്ടിലും ഇല്ല, വിദേശത്തും ഇല്ല. ദൈവം തന്നാൽ വാങ്ങും, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഒന്ന് കൈനീട്ടി ഒന്ന് എന്ത് ചെയ്തു? എന്താ മോൻ്റെ പേര്? കെവിൻ. എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും മോനെ വീട്ടിൽ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ നോക്കി പഠിപ്പിക്കാന്ന് ഒറ്റയാണെന്ന് ചിന്തിക്കേണ്ട, നടക്കുകയില്ല പരിപാടി. ഹല്ലേലൂയ. മോനെ എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ മോൻ്റെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരും വിഷമിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ പബ്ലിക്കായിട്ട് ചോദിച്ചണ്ട. ഇയാൾ അടിയുണ്ടാക്കണ അമ്മമാരും അപ്പനും ആണെങ്കിൽ അടി ഉണ്ടാക്കിയാലും എനിക്ക് വിഷയമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ ചോദിച്ചതിന് വിഷമമുണ്ടോ മോനെ? ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചിട്ടേ പോകും. ഇനിയും ചോദിക്കാൻ പോവുകയാണ് കുറേ ആൾക്കാരോടെ. പ്രാർത്ഥനയില്ലാത്ത സാധനങ്ങളായി ഇരിക്കുന്നേ. പ്രാർത്ഥന ഉള്ളവരൊന്നും അല്ല ഇരിക്കുന്ന പയ്യന്മാരാരും. ഒന്നൊന്നുമല്ല, ഒരുപാടെണ്ണം അവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥനയില്ല വീട്ടിൽ. ചുടബല ഘടകജന ഘടക സംഭവാരകസി. പേര് മാത്രമേ ഉള്ളൂ പെന്തക്കോസുകാരി എന്നും പെന്തക്കോസുകാരെന്നും സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥി എന്നും. പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആത്മീക വകത്തില്ല. അജാല ലോകമാകുന്ന പടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ഞാനും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം, നമ്മൾ വന്ന പാതയിൽ എത്തിക്കുന്നത് വരെ നീ കരയണം. പ്രൈസ് ദി ലോർഡ്.
കാരണം ഇനി വളർച്ച പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന അപ്പനും അമ്മയ്ക്കുമല്ല, വളർച്ച ഇവർക്കാ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ മോനോട് എത്ര മണിക്കൂർ നീ പ്രാർത്ഥിക്കും? ഈ മോൻ്റെ ആരാ ഇവിടെ വന്നിട്ടുള്ളത്? പാവം, നല്ല മോനാണ്. പാവത്താനെ പോലെ ഇരിക്കുന്ന കണ്ടമ്പോഴേ പേടിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂഢപാര ഹജകാരഘടക ശബ്ദരാധരാദിയൽക്കനാദി. സന്ധ്യാപ്രാർത്ഥന തീരുന്നത് വരെ അമ്മയോടിരുന്ന് പ്രാർത്ഥിക്കാനും കരയാനും തയ്യാറാകണം. ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥന കുറവുണ്ട്. പ്രാർത്ഥന കുറവുള്ളത് കൊണ്ടാണ് പഠിക്കുന്നത് എഴുതി പൂർത്തീകരിക്കാൻ കഴിയാതെ സെൻറ്റൻസ് മറന്നു പോകുന്ന അവസ്ഥകൾ കൊണ്ടിട്ട് നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സം. പ്രാർത്ഥിക്കാൻ ശരിയായാൽ മാതാപിതാക്കൾ എത്താത്ത വിദ്യാഭ്യാസ പദവി നിൻ്റെ മേൽ വെളിപ്പെട്ടു വരും. മന്ത്രവാദമൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ചിലർ പറയും ഇവനൊരു മന്ത്രവാദം കിടക്കുകയാണ്, ഇവൻ നടക്കുന്ന പാടെ ഇവനറിയാം, പിന്നെ മന്ത്രവാദം കൂടെ വന്നാലോ? മന്ത്രവാദം ഒന്നും വിഷയമല്ല, ആഭിചാരം വിഷയമല്ല, പിശാച് വിഷയമല്ല. നീ പ്രാർത്ഥിച്ച് കൃപ ഏറ്റെടുക്കാൻ തയ്യാറായാൽ പെന്തക്കോസ്തായത് മുഖാന്തരമായിരിക്കുന്ന അമ്മയെ വ്യക്തിയാകെ പുറന്തള്ളിയ ബന്ധുക്കളുടെ നടുവിൽ, ഇന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നിന്നെ മാനിക്കാനുള്ള ദൈവത്തിന് പദ്ധതിയുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥന, മൂടി പ്രാർത്ഥന വച്ചു മതിയാക്കിയിട്ട് കരയാൻ തയ്യാറായാൽ കർത്താവ് ചലിക്കാൻ മോഹിയാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ പ്രാർത്ഥിക്കണം, വൈകിട്ടൊരു അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിലും കൃത്യമായും പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, പപ്പയും അമ്മയും വീട്ടിലുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം. യേശു നാമത്തിൽ തന്നെ ഇത് മാറ്റണം. എന്തെങ്കിലും കള്ളത്തരം ഞാൻ പറഞ്ഞാൽ അപ്പോഴും ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ നിർത്താൻ ഞാൻ ആ സെക്കൻഡിൽ പോവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് അമ്മ പ്രാർത്ഥിപ്പിക്കാൻ തയ്യാറാകണം. അമ്മയെ ശരിക്കും പ്രാർത്ഥിക്കണം, ശരീരത്തിൽ കിടന്ന ബലഹീനത അഴിഞ്ഞു മാറാൻ. ഷുഡപര ഹജനഘടകസി. ദൈവത്തിൻ്റെ ശക്തി കരഞ്ഞതിന് മറുപടി വെളിപ്പെടാൻ സമയമായി. ഉപവസിച്ചതിന് മറുപടി വെളിപ്പെടാൻ സമയമായി. അടക്കാൻ നല്ല ആഹാരം പോലും കഴിക്കാനിരുന്ന കഷ്ടപ്പെട്ട കാലഘട്ടങ്ങൾ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെടുവാൻ ഈ രാത്രി കരഞ്ഞു തുടങ്ങും. വളർച്ച നിങ്ങൾക്ക് മാത്രമല്ല, വളർച്ച തലമുറയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. ക്ഷീരബാല ഭാരഭാര വൈഡഭാര ഘടക രഗജൽക്കമന ഘടകം 2015 ഒരിക്കലും വരാത്ത ശോധനാ ഘട്ടത്തിലേക്ക് ഇറക്കി വരുവാൻ പിശാചിന് പദ്ധതിയുള്ളപ്പോൾ അതിനെ വിഷയം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അതൽക്കമന അവിടെ തന്നിട്ടില്ല. ചില വെളിപ്പാടുകൾ തന്നിട്ടില്ലേ. എത്രയോ രാത്രി നേരിട്ട് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് സംസാരിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വന്നിട്ടുണ്ട്. അവനെ വിശ്വസിക്കുക, അവൻ പ്രവർത്തിക്കാൻ പോകുക. ഒരു മനുഷ്യരുടെ ഇടപെടൽ പോലെ പല ദിവസങ്ങളിൽ വേദനപ്പെട്ട രാത്രികളിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ വീണ്ടും പ്രാർത്ഥിച്ചാൽ വിടുതൽ വെളിപ്പെട്ടു വരും. നിന്ദിക്കുന്ന മനുഷ്യർ നോക്കി നിൽക്കെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. കിട്ടുമെന്ന് കരുതി പഠിക്കുന്നവർക്കറിയാമല്ലോ, എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക റിസൾട്ട് വരുന്നത് വരെ. പ്രൈസ് ദി ലോർഡ്. ചില കുഞ്ഞുങ്ങളെ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, സ്കൂളിൽ നിന്ന് വിട്ടു വന്നവിടെ പറയും അവന് മാർക്ക് കുറവ്, ഇവന് മാർക്ക് കുറവ്, അടുത്തവന് മാർക്ക് കുറവ്. ഇവന്റെ കുറവിന്റെ കാര്യം അവൻ പറയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല കൊച്ചുങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, നോക്കുമ്പോഴേ പേടിയാ. കൈ നീട്ടി എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കൈ നീട്ടി. സ്തോത്രം. പാവം ആ മോൻ വിഷമിച്ചിരിക്കുന്നു. കരയാതിരിക്കണമെങ്കിൽ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്ര കർശനമായിട്ട് പറയുന്നത് പരിശുദ്ധാന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ചുടബന കടത്ത്. കാരണം ദൈവത്തിന് വേണം, അവനെ ദൈവത്തിന് വേണമെന്ന്. ചുടബൽ കമന കട ഒരു പ്രത്യേക സെക്ഷൻ തിരിഞ്ഞു പഠിക്കേണ്ട ഒരു വിദ്യാഭ്യാസ പദവി, ഒരു അഡ്മിഷനും ഒരു യാത്രാ വിദ്യാഭ്യാസ മണ്ഡലം കൊടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അതിനെ പിശാച് തടയാതിരിക്കാനാണ് പറയുന്നത്. നീ പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. കിട്ടുമെന്ന് കരുതി. വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. ഇരുത്തുമാറുണ്ട്. ചോദിച്ചു. ശ്രദ്ധിക്കണമേ, ചോദിച്ചപ്പോൾ നോക്കാൻ പറയുക.
ഹല്ലേലൂയ. ചിലരുടെ നോട്ടം ഭയങ്കര നോട്ടമാണ്. റോഡിൽ ഇറങ്ങിയ ഒറ്റണത്തിന് പോകാൻ പറ്റാൻ നോക്കി പേടിപ്പിക്കുന്നവർ. ചിലർ നോട്ടം കണ്ട പാപത്തിൻ്റെ നോട്ടം നോക്കുന്നവരുണ്ട്. നോക്കിയാൽ തന്നെ പാപം എന്ന വചനത്തിൽ. പ്രൈസ് ദി ലോർഡ്. നോട്ടം, ചിന്ത, ഇതൊക്കെ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാവും. അല്ല, നമ്മൾ വലിയ പാവമൊന്നും ചെയ്തിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ ദൈവത്തോട് അടുത്താൽ ശക്തമായ വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടും. ഞാൻ വന്നതുകൊണ്ടല്ലെന്ന്, വിടുതലുണ്ട് വിഷയത്തിൽ. വിടുതലില്ലാത്ത വിഷയം ഒന്നുമില്ല. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. കരഞ്ഞാൽ വിടുതലുണ്ട്. ചോദിച്ചാൽ വിടുതലുണ്ട്. കിട്ടുമേ ഉറ്റുനോക്കി. പത്രോസിന്റെ വാക്ക്, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കൊന്നും തരാനില്ല, ഒന്ന് തരാനുണ്ട്. അജാലകൻ നസ്രേനാകുന്ന യേശുവിന്റെ നാമത്തിൽ നീ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നരിയാണികൾ ഉറച്ചു. കാലുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിച്ചു. ഞരമ്പുകൾക്കകത്ത് വിടുതൽ നടന്നു. അതുരമര എഴുന്നേൽക്കാത്തവൻ കുതിച്ചെഴുന്നേറ്റു. അജാലകസി റോഡിലും മാർക്കറ്റിലുമല്ല അവൻ പോയത്, അവൻ ചർച്ചിനകത്തേക്ക് കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. 2015 ഇതിനകത്ത് കയറാത്ത പലതും കയറും. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ. ആർക്കും വേണ്ടാത്തവർ കയറും. പലരും പരിഹസിച്ചവർ കയറും. പലരും അതാരകസി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവർ ഇതിനകത്ത് കയറും. അജരാജകൽക്കന വൈറ്റസി ചില മദ്യപാനികൾ ഇതിനകത്ത് കയറും. ചില ലോകമാകുന്ന പടകിൽ സഞ്ചരിക്കുന്ന പലരും ഇതിനകത്ത് കയറും. ജനത്തെ അകത്തോട്ട് കയറാൻ വിടാതെ തടയുന്ന ചില പ്രതികൂലത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി അഴിയേണ്ടതിന് സഭ ഉണരാൻ തയ്യാറായാൽ കയറാത്തവർ കയറി ആരാധിക്കാൻ പോകുന്നത് ഓർത്ത് ഇന്ന് രാത്രി അവനെ സ്തുതിക്കുക. ജനാദികൾക്കവര മൗഢവരവരവ അർക്കലകടക ചില പുതിയത് കയറട്ടെ. ചിലത് കയറി വരികയാ. ഊടാവാവ ഷാരാവാര ചില പ്രശ്നമുള്ളവർ കയറി വരികയാ. യെസ് 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 ശിവബാബാബ ഹത്തുനാര ഹംദൽ കടക അടകജനാദി വൈഡൽക്കമന ചലിക്കാത്തത് ചലിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. കയറാത്തവർ കയറി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ മുടന്തർ നടന്നതുപോലെ ഇന്ന് രാത്രി ചില രോഗത്തിന്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ. കയറി വരുന്നു ദേശത്തുനിന്ന്, ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന്. അതിലെ ചിലരൊക്കെ ഇതിനകത്ത് കയറി വരാൻ പോകുക. ഒരിടത്തും ആരാധനയ്ക്ക് പോകാത്തത് അതാർക്കവർ ഇതിനകത്ത് വരാൻ പോകുന്നു. രോഗശാന്തി ശുശ്രൂഷയുടെ തീ നമ്മുടെ സഭയിൽ വെളിപ്പെടാൻ പോകുക. ചൂടമാര ഭാരമാര മൗഢമാന ഹന്തര ധരകരക അജകൾക്കര പണ്ട് കാലത്ത് ഈ സഭയ്ക്കകത്ത് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടന്നതുപോലെ ആ ശുശ്രൂഷയുടെ തീ ഈ ഭിത്തികളിൽ പോലും ചലിക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവ് കാണിക്കുന്നു. അത് സംഭവിക്കുകയാണ്. ആ തീ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹോ 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 ഷാധാര ബൗധാര അനർത്ഥത്തിന്റെ വ്യാപാരം അഴിഞ്ഞ് ചില രോഗ ശുശ്രൂഷകൾ വ്യാപരിക്കട്ടെ. ചില സൗഖ്യം ഈ രാത്രി വ്യാപരിക്കുക. ഒരു വെളിപ്പാടിൻ്റെ ആഴത്തിലേക്ക് ഇറക്കി വിടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്ഭുതം ചെയ്ത കർത്താവിൻ്റെ ശക്തി ദൈവം ഇതുവരെയും കൈവിട്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രവൃത്തി ഈ വർഷത്ത് വെളിപ്പെട്ട് വരും. ചൂടാബ ഹത്തുനി ജഗൽക്കര വൈഡമരം ജാതികളുടെ മുമ്പിൽ മാനിക്കാമെന്ന് പറഞ്ഞ വാഴ്ത്തത്വം നിവർത്തിയാക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ഈ 2015 ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഉടമന ഘടകം ആത്മീക തലത്തിൽ നിങ്ങൾ ഇറങ്ങി വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ തീ വീണ്ടും തിരിച്ചു പ്രാപിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ റീഗസി ഓർക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച രാത്രികളിൽ, പ്രാർത്ഥിച്ച പകലുകളിൽ ദൈവത്തിൻ്റെ അനുഭവം ശരിക്കിറങ്ങി വന്ന എൻ്റെ ദാസനെ വൈഡകരകഥന ഘടകം അർക്കമാന ഘടകരഹസിയാന ബൗഷസി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അനുഭവത്തിലേക്ക് അതാരഹസി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിച്ചുകൊണ്ട് ധീരജാലം പ്രൗഷസിയാന ഘടകജന ഘടകസി വാഴ്ത്തത്വ
വാഗ്ദത്തം നിവർത്തിയാക്കേണ്ടതിനൊരു വെളിപ്പാടിൻ്റെ ആഴം വീണ്ടും പകരുവാൻ പദ്ധതിയുണ്ട്. പണ്ടത്തെ പ്രാർത്ഥനയുടെ തീയിലേക്ക് ഇറങ്ങി വരേണ്ടത് അത്യാവശ്യമെന്ന് പരിശുദ്ധാത്മ ഇന്ന് രാത്രി ദൂതറിയിക്കുന്നുണ്ട്. അർത്ഥൽക്ഷാര വൈഡൽക്കമന വികമ്പര വേദകൽക്കമനം അർക്കമന ഘടകരകജനി അതുരജാനകസി അത്തല ശക്തിയോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കയറി വന്നില്ലെങ്കിൽ നിങ്ങളെ ആത്മീകം നഷ്ടപ്പെടും. നിങ്ങൾ പോലും അറിയാതെ ആത്മീക തലത്തെ കുറേശ്ശെ പരാജയപ്പെടുത്തി ഒരു പ്രാകൃത മണ്ഡലത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രതികൂലത്തിന്റെ ശക്തികൾ പിന്തുടരാതിരിപ്പാൻ എന്റെ ദാസരെ കരയാൻ തയ്യാറായാൽ നിന്റെ വിദ്യാഭ്യാസമല്ല വിഷയം. അതുരജാനകടകസി ശരിക്കും നിന്റെ വിഷയത്തിനുമേൽ പരിശുദ്ധാത്മ ഇറങ്ങിച്ചലിച്ച് അടകമ്മനകസി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വിടുതലേക്കന്റെ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചെന്നിറങ്ങി പോരുകളെ അടിച്ചു മാറ്റി പണിയാൻ പദ്ധതിയുണ്ട്. പ്രാർത്ഥന കുറയ്ക്കേണ്ടത് പരിശുദ്ധാത്മാവ് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. കുറേശ്ശെ ആത്മീകം നഷ്ടപ്പെടുമ്പോൾ അറിയത്തില്ല. ഭയങ്കരമായ പ്രതികൂലത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടേ അറിയൂ. അതുകൊണ്ട് ആത്മീകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശക്തമായി പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമാണ്. പണിയാൻ ദൈവത്തിനുണ്ട്. ദൈവം കൈവിട്ടിട്ടില്ല. കർത്താവ് അനുകൂലമാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കണം. കർത്താവ് അനുകൂലമാണ്. കർത്താവ് ചലിക്കാൻ പോകുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തി ഈ മാസം തന്നെ വെളിപ്പെട്ടു വരും. അടുത്ത മാസമല്ല, ഈ മാസം ചില വിഷയത്തിന് വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വെള്ളി പൊന്ന് എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് പിറകിലോട്ട് പോരുത്, അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറാൻ വിടാതെ ശിബല ഘടകസി പിറകിലോട്ട് കൊണ്ടുപോകുന്ന പ്രതികൂലത്തെ മാറ്റി ഇന്ന് രാത്രി ഇവിടെ സഭാവിശ്വാസികൾ കുറിച്ചിട്ടോ സഭ വളരെ പ്രാർത്ഥിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ അകത്ത് കയറുമ്പോൾ തന്നെ ആരും ശാസിക്കാതെ രോഗികൾ സൗഖ്യം പ്രാപിക്കും. ശാസിക്കൊന്നും വേണ്ട. ദൈവസാന്നിധ്യം അകത്തുള്ളത് കൊണ്ട് ഇരിക്കുന്നവർ ഒന്ന് ശരിയായാൽ മതി. ഇരിക്കുന്നത് ഒന്നുകൂടെ ഒരുങ്ങിയാൽ മതി. ഇരിക്കുന്നത് ഒന്നുകൂടെ കൃപ പ്രാപിച്ചിട്ടുണ്ട്. കൃപയ്ക്ക് മേൽ കൃപ വെളിപ്പെടുവാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കർത്താവ് അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് കൈ കൊടുത്തു. എന്ത് ചെയ്തു? കൈ കൊടുത്തു. പാവം, നല്ല വച്ച്. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? കൈ എന്ത് ചെയ്തു? കൊടുത്തു. എഴുന്നേക്ക്. ചേർക്ക് കൈ കൊടുക്കുമ്പോൾ അറിയാൻ കള്ളത്തരം ഉണ്ടെങ്കിൽ ചെറിയ പ്രൈസലോടൊക്കെ പറയല്ലോ, കുലുക്കി പ്രൈസലോട് പറയും. പാസ്റ്ററെ കാണുമ്പോഴേ തൊഴുതുകൊണ്ട് കയറും. കള്ളനായിരിക്കും ചിലർ ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. കൈ കൊടുക്കുകയും പാസ്റ്ററെ കാണുമ്പോൾ എൻ്റെ അപ്പോ ഇതുപോലൊരു പാവത്താനില്ല. അകത്ത് ഭയങ്കര കുശുമ്പും ബഹളവും യുദ്ധം, അടിയിൽ കൂടെ പരിപാടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വിരുദ്ധമായും ദൈവസഭയ്ക്ക് വിരുദ്ധമായും ദൈവദാസന്മാർക്ക് വിരുദ്ധമായി പാരകൾ ഉപയോഗിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസിയെ കർത്താവ് അടിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില കൈ കൊടുക്കുമ്പോഴേ അറിയാം കള്ളത്തരം. പ്രൈസ് ദി ലോർഡ് വെച്ച് നമുക്ക് കത്രിമേശ അറിയാമല്ലോ. തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുമ്പോൾ ഇപ്പം സ്നേഹസ്വനും ചുംബനമുണ്ടില്ലേ? ഉണ്ട്. അത് ലാസ്റ്റിലാണല്ലോ. എല്ലാം കഴിഞ്ഞ് ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തിയാകുമ്പോൾ ഒരു പാട്ട് എഴുന്നേറ്റ് ഒരു പാട്ടൊക്കെ പാടുമ്പോൾ എത്ര പിണക്കമുള്ളവരും കെട്ടിപ്പിടിച്ച് കൈയടിക്കും. തോളിലോട്ട് വെച്ച് ഒരു കൈ കൊണ്ട് അടിക്കും. വച്ചിട്ടുണ്ട് വേലയെന്നാണ് പറയുന്നത്. ഒരു കൈ ഇങ്ങനെ വിലാപ്പുറത്തോട് വെച്ചിട്ട് ഇങ്ങനെ തട്ടും. സന്തോഷം കൊണ്ട് തട്ടും പോലെ. വച്ചിട്ടുണ്ട് നിനക്ക് വേല, ഞാൻ തന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ കൈ കൊടുത്തു. കൈ കൊടുത്തപ്പോൾ കൈ പിറകിലോട്ട് വലിച്ചില്ല. കൈ കൊടുത്തു പറഞ്ഞ് ഒന്ന് എഴുന്നേൽക്കണം. 2015 എഴുന്നേൽക്കട്ടെ. വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. സഭ ഉറക്കത്തിലാണ്. സഭ ആത്മീയത്തിൽ എഴുന്നേൽക്കട്ടെ. മൊത്തത്തിൽ ആത്മീക ഉറക്കത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. സഭ ഉറക്കത്തിലാണ്. ആത്മീക തലത്തിൽ വളരെ പിറകിലോട്ടാണ് ഈ സഭ. പ്രാർത്ഥന പിറകിലോട്ടാണ്. പണ്ടത്തെ തീഷ്ണതയും തീയും അറിഞ്ഞിരിക്കുക. സഭ മുൻപിലോട്ട് വരട്ടെ. ആരാധനയും ബഹളമൊക്കെ ഉണ്ടെങ്കിലും അകത്ത് സഭ ഉറങ്ങിക്കിടക്കുക. ആത്മീകം തകർന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പോകുന്ന പരിപാടി പൊളിയുമ്പോൾ ദൈവത്തിന്റെ പണിക്കായി ഏൽപ്പിച്ചോട് അവൻ ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശിബാര ഹതര ഘടക ജനാദികൾക്ക് അവൻ ഇവിടെ ഇരിക്കുന്ന പണ്ടേ കാലം മാനസാന്തരപ്പെട്ടു വന്ന് പിതാക്കന്മാരോട് അമ്മമാരോട് ചോദിച്ചാൽ പറഞ്ഞു, അന്നത്തെ തീ ഇന്നുണ്ടോ? അന്നത്തെ പ്രാർത്ഥന ഉണ്ടോ എന്ന്? അന്നത്തെ തീക്ഷ്ണതയുണ്ടോ? ഇന്ന് ടി വിക്കും സീരിയലിനും ഇന്റർനെറ്റിലും മുൻപിലിരുന്നു കൊണ്ട് ഒരു പ്രസംഗം കേട്ടാൽ അത് മതി ആരാധന എന്ന്
പറഞ്ഞിരിക്കുന്ന വിശ്വാസിയുടെ ഈ കാലഘട്ടത്തിൽ ആത്മീക സഭ ഉറക്കമാണ്. അത് ഉണരാനാണ് ഈ ഉപവാസ പ്രാർത്ഥന. അതൊന്ന് പണിത് വരുവാൻ, കുറെ കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, മുഴ മാറാൻ വേണ്ടി മാത്രമല്ല, അടകാരകജൽക്കനഘടകം ദൈവനാമം മഹത്വപ്പെടുവാൻ, വചനത്തിന്റെ ശക്തി സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ. അന്നത്തെ സഭയ്ക്കകത്ത് ഈ മുടന്തനെ കൈകൊടുത്ത് കരയ്ക്കകത്ത് കൊണ്ടുവന്നു. ചർച്ചിനകത്ത് കയറി വന്നപ്പോൾ അവൻ മിണ്ടാതിരുന്നില്ല, അവൻ തുള്ളാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്തു? ചിലർക്ക് തുള്ളുന്നത് ഇഷ്ടമില്ല. ചില ഭാര്യമാര് ശക്തമായി ആരാധിച്ചാൽ ചില ഭർത്താക്കന്മാർ വീട്ടിൽ ചെന്നോടൻ പറയും, എന്തായിരുന്നു നിന്റെ ബഹളം, നാളെ തൊട്ട് ഞാനില്ല, നീ എനിക്കും കൂടെ ആരാധിച്ചോ. തുള്ളുന്നത് ഇഷ്ടമില്ല ഇങ്ങേരിക്ക്. അന്യഭാഷ പറയുന്നത് ഇഷ്ടമില്ല. ശൂടഭാരഘടക സംഭവാരഘടകസി കയ്യിന്നിട്ട് പറയുന്നത് ഇല്ല. ഇത് ദൈവത്തിന്ന് പ്രാപിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തവർ ഇന്ന് രാത്രി അത് ചോദിക്കാൻ തയ്യാറാകുക. കർത്താവ് ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുള്ളി നരിയാണികൾ ഉറച്ചു തുള്ളാൻ തുടങ്ങി. തുള്ളിയതിനകത്ത് ദൈവസാന്നിധ്യം ചർച്ചിനകത്തിരുന്ന് പിഷ്ട കൊടുത്ത പ്രമാണികളും പ്രഭുക്കന്മാരും ചിന്തിച്ചു, ഇവൻ എങ്ങനെ അകത്ത് കയറി? കൂട്ടത്തിലിരുത്താൻ പറ്റാത്തവൻ, അമ്മയുടെ ഗർഭം മുതൽ അംഗവൈകല്യമുള്ളവൻ, അമ്മയുടെ ഗർഭം മുതൽ ആക്കും വേണ്ടാതിരുന്നവൻ എങ്ങനെ ആലയത്തിനകത്ത് കയറിയെന്ന് അതിശയം കൂറത്തക്ക നിലവാരത്തിലാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് എനിക്കും നിങ്ങൾക്കും ഇടത്തും വലത്തുമായി ആവിചാരം ചെയ്യുന്നവൻ നോക്കി നിൽക്കെ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നത് ഓർത്ത് ഇന്ന് രാത്രി അവനെ സ്തുതിക്കുകയോ. നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുന്ന പിശാചിനോട് നീ പറ, പിശാചേ, എന്റെ മേലും എന്റെ കുടുംബത്തിൽ നിനക്ക് അവകാശമില്ല, എന്റെ വാഹനത്തിൽ നിനക്ക് അവകാശമില്ല, എന്റെ തലമുറയുടെ മേൽ നിനക്ക് അവകാശമില്ല, എന്നെയും എന്റെ കുടുംബവും വിട്ട് നീ പോയേ പറ്റൂ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു പറ. പിശാച് നിന്നെ വിട്ട് മാറുകയോ. ഘടകജനക പറ, ചൂടഭാരകട ഞങ്ങൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങ. പിശാചേ, എന്റെ മേൽ നിനക്ക് അവകാശമില്ല, എന്റെ കുടുംബനാഥന്റെ മേൽ അവകാശമില്ല, എന്റെ ആത്മീക തലത്തിൽ എനിക്ക് നിനക്ക് അവകാശമില്ല. എവിടെ നിന്നൊക്കെ നീ വന്നിട്ടുണ്ടോ, നീ മാറിയേ പറ്റൂ. ഞാൻ യേശുവിന്റെ മകനാ. മാറ് രോഗത്തോട് പറ, മാറാൻ. ശരീരത്തിനകത്തിരിക്കുന്ന രോഗത്തോട് പറ, എന്റെ ശരീരം വിടുവാൻ. അതുരമന ഘടക ജനഘടകം രോഗാത്മാവിനെ കടത്തിവിടുന്ന പ്രതികൂലത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിയുകയാണ്. ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഷാദാന ഹർക്കമാന ഹദുരജാന ഘടകൽക്കര വൈഷമന യേശുവിന്റെ രക്തം ജയം. അവൻ എഴുന്നേറ്റു. അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റിക്കുന്ന വ്യക്തി മിണ്ടാതിരിക്കത്തില്ല. യാത്രയുണ്ട്. അവൻ എഴുന്നേറ്റു. അടകാജകൽക്കനവ യാത്ര. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ പ്രസംഗിച്ച് ഞാൻ നടത്താൻ പോവുക. രണ്ടാമത് കണ്ടുകൂടാത്ത സംഗതി. പ്രൈസ് ദി ലോർഡ്. മുടന്തൻ, കുരുടൻ, അങ്ങനെയല്ലേ? ഈ സഹോദരന്മാരും വായിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? നിങ്ങൾക്ക് പഠിത്തമുള്ളവരല്ലേ? മുടന്തരും അടുത്ത് വായിക്കാം. അതിന്റെ മുമ്പിലത്തെ വാക്യം ശ്രദ്ധിക്കണമേ. യേശു എലീല അവിടെ ഇരുന്നപ്പോ ഒന്നാമതായി മുടന്തൻ, രണ്ടാമതായി കുരുടൻ, അല്ലേ? അതാ പറഞ്ഞേ, കുരുടൻ. കണ്ടുകൂടാത്ത സംഗതി ഏത് സമയത്തും കുഴിക്കകത്ത് വീഴും. ആത്മീക കാഴ്ചപ്പാട് ഇന്ന് രാത്രി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മീകമായി വചനത്തെ കുറിച്ച് വെളിപ്പാടുള്ളവൻ വീഴത്തില്ല, അവൻ പിടിച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവൻ പാപത്തിൽ വീഴും, പിന്മാറ്റത്തിൽ വീഴും, മദ്യപാനത്തിൽ വീഴും. കാഴ്ച നഷ്ടപ്പെട്ടാൽ ഉറപ്പാട്ട് വീഴും. പ്രൈസ് ദി ലോർഡ്. കൃപാവരം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. കാശ് പോട്ട്, ആരൊക്കെ നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, അഭിഷേകം നഷ്ടപ്പെടരുത്. ഈ കുരുടനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ 35, 36, 37, 38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ശബ്ദം കേൾക്കാം. ആരാ പോകുന്നത്? യേശുവാ പോകുന്നത്. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം. ഇന്ന് രാത്രി ചില ദൈവ ശബ്ദം ചിലർ കേൾക്കാൻ പോകുന്നു. ശബ്ദം ആരോ സംസാരിക്കുന്നത് പോലെ ഒരു ശബ്ദം, ആരോ പോകുന്നത് പോലെ ഒരു ശബ്ദം. കേട്ടില്ല എങ്കിലും ശബ്ദത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാ പോകുന്നത്? കുരുടൻ കേൾക്കുക.
ചുടാര ഹപ്തുന ജഗനഘടകസി. നസ്രേനാവുന്ന യേശു നിർത്തിയില്ല, ആവർത്തിച്ച് വിളിച്ചു, യേശുവേ വിളി. നമ്മളൊന്ന് ഉറക്കെ വിളിച്ചു നോക്ക്. ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് യേശുവെന്ന് വിളിക്കുക. ഷുഡബാര ഹജഗടകടകരകസി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സമരം ഉണ്ടായാൽ വിളിക്കുന്ന വിളിയാക്കണം. ഇവന് തൊണ്ടയില്ലെങ്കിലും കൂട്ട വിളി. പാവം ആ സഹോദരൻ്റെ ചിരിക്ക് കൊടുക്കണം പൈസ. ക്ലോസപ്പിൻ്റെ പുഞ്ചിരി. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സമരം പ്രഖ്യാപിച്ചു. SFIക്കാരാകട്ടെ മറ്റൊരു പാർട്ടിയാകട്ടെ വിളിക്കുന്ന വിളി കേൾക്കണം. എന്തോ ശബ്ദം. തമ്പുരാൻ്റെ മുമ്പിൽ വരുമ്പോൾ നിന്റെ വായ എവിടെ പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ഫോൺ വരുമ്പോൾ ചിലര് വിളിക്കും. അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നാൽ അവിടെ കേൾക്കാൻ വേണ്ടി എവിടെ വിളിക്കണം? ഹലോ കേൾക്കോ? അവിടെ അറിഞ്ഞുകൂടാത്തവരായി വിളിക്കുന്നത്. എന്ത് ഹലോ? ഈ ചില പ്രായമുള്ള അമ്മമാർക്കറിയാം മൊബൈൽ ഫോണിൽ ഫോൺ വരുന്നതും തിരിച്ച് കോൾ ചെയ്യാൻ അറിയാം. അവർ ചിലപ്പോൾ റൂമിനകത്തുനിന്ന് കുഞ്ഞുങ്ങളെ വിളിക്കും. ഹലോ കുഞ്ഞേ, പറയടാ ഞാൻ കേൾക്കുന്നുണ്ട്, ഉറക്കെ പറ. കൂട്ട വിളിയാ ഹലോ. പതുക്കെ ഹലോ എന്ന് പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും? കേൾക്കും. എങ്കിലും അവരെ ചിന്ത ഉറക്കെ പറഞ്ഞാലേ അങ്ങ് കേൾക്കൂ. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ആരാവട്ടെ, ഹിന്ദു മാർക്കത്തിൽപ്പെട്ടവരായാലും ക്രിസ്ത്യാനി ആയാലും ബന്ധകോസായാലും ആരെ കണ്ടാലും ഇപ്പൊ ഒരു മുറയും തരവും ഇല്ലാതെ ആളിയാന്ന് വിളിച്ചോണ്ട്, അളിയോ എന്നോണ്ട് വിശേഷം. അവനവിടുന്ന് പെണ്ണെടുത്തിട്ടില്ല, ഇവിടുന്ന് കൊടുക്കാനുമില്ല, എങ്കിലും ഒരു വിളി അളിയോ. കള്ളുകുടിയനെ കണ്ടാലും അളിയൻ, പെണ്ണുപിടിയനെ കണ്ടാലും അളിയൻ, കള്ളത്തനം പറയുന്നവനെ കണ്ടാലും അളിയൻ, വീഡിയോ വലിക്കാരനെ കണ്ടാലും അളിയൻ, എല്ലാം അളിയൻ, അളിയന്റെ അളിയൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ വിളി എവിടെ പോകുന്നു? ശബ്ദം എവിടെ പോകുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ല ശബ്ദമുള്ള കുഞ്ഞുങ്ങളായിരിക്കുന്നൊക്കെ കൈയടിക്കുന്നത് ചായക്കട പരിപ്പോടെ ഇടും പോലെ പതുക്കെ ഉള്ളം കണ്ടു ആരെ അമർത്ത്. അപ്പോൾ കുറേ കൂടുതൽ ഇടാമല്ലോ. ഈ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും അടിച്ചാലും ഇവനൊക്കെ മസിൽ പിടിച്ചിരിക്കണം. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറ്റൂ. നീക്കാനൊരു മൊബൈലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ അത് തന്നെ സ്വർഗം. പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്കെല്ലാം അറിയാം. അറിഞ്ഞവൻ ചാകാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അറിയിരിക്കുക. പ്രായമുള്ള അപ്പച്ചന്മാരെ ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. എനിക്ക് ഒട്ടും അറിയത്തില്ല. എൻ്റെ മക്കൾ രണ്ടുപേരുണ്ട്, അവർക്കെല്ലാം അറിയാം. എന്നോട് പറയും പപ്പയ്ക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കെല്ലാം അറിഞ്ഞ് എവിടെ പോയി വീഴൊന്നും ഒരു പിടിയില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വിളിച്ചു യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ മോനെ നിന്റെ പേര്? ഹെബി. ആരാധന കഴിച്ചിട്ട് എന്നെ ഒന്ന് കണ്ടിട്ടേ പോവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നുണ പറയുന്ന ആൾക്കാർ ചിന്തിക്കും അതും കൂടെ പറഞ്ഞെങ്കിൽ നാളെ ഞാൻ പത്രത്തിൻ്റെ പരസ്യം ചെയ്തേനെ. അതിപ്പോൾ നിങ്ങൾ കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അവരവർക്കുള്ള ദൂത് മാത്രമേ അവരവരെടുക്കാവൂ. വേണ്ടാത്തത് എവിടെയെങ്കിലും മൊബൈൽ ഒരു വിളിച്ചും കൂടാലൂരെ നടത്തിയാൽ ഉപവാസം കഴിഞ്ഞോടെ അടി ദൈവം തുടങ്ങും. അത് ഗ്യാരണ്ടി. നീ കുറിച്ച് ഞാൻ സൗദിയെ പ്രസംഗിക്കും അടുത്ത വെള്ളിയാഴ്ച, അപ്പോഴും ഞാനും അറിയും അത്. പ്രൈസ് ദി ലോർഡ്. ആ മോനെ ദൈവത്തിന് വേണം, എനിക്കും ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുക അതെന്തൊരു ഭയങ്കര സംഭവമൊന്നുമല്ല. പരിജ്ഞാനം വേണം ചിലത് പറയാൻ. എന്തു വേണം? പരിജ്ഞാനം. പരിജ്ഞാനത്തിലാണ് പണിയപ്പെടൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു യേശുവേ. ഒന്ന് വിളിച്ചാട്ടെ ഈ മോനൊന്ന് വിളിക്ക്. യേശു ഒന്ന് വിളിക്ക്. പാവം. പാവം. അടുത്ത ഈ മോനൊന്ന് വിളിച്ച്. ഉപദേശിയാകാൻ പോകുന്ന മോൻ എങ്ങനെയുണ്ട്? യേശു ഒന്ന് വിളിക്ക്. ആ സ്വതന്ത്രം. ചെറിയൊരു അനക്കമുണ്ട്, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവരാരും വിദ്യാഭ്യാസം കൂടി വരുമ്പോൾ വാ തുറക്കത്തില്ല. എല്ലാം രഹസ്യ പരിപാടിയാണ്. പിള്ളേരെ കൊണ്ട് പോയാലും രഹസ്യമായിട്ടിരിക്കും. അമ്മയും പപ്പയും അറിയത്തില്ല, രഹസ്യം വാ തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ. ഞാൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പത്തനംതിട്ട മൈലപ്രയാണ് പ്രസംഗിച്ചത്. അവിടെ പ്രസംഗിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മകൻ ഇവിടുന്ന് സൈക്കിളിൽ റോഡിൽ ഒരു ആക്സിഡൻറ്റിൽ വീണു, എൻ്റെ മൂത്ത മോൻ. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ യേശുവേ നീ തന്നതാണ്, അവൻ ആയുസ് ദോഷം വരരുത്. ഒറ്റ പ്രാർത്ഥന. കാരണം അപ്പനും അമ്മയും കരയും പോലെ ഒരു പാസ്റ്ററും കരയില്ല. അപ്പനും അമ്മയുടെ ബാക്കിൽ പാസ്റ്റർ നിൽക്കൂ. പ്രൈസ് ദി ലോർഡ്.
എത്ര ക്രൂരനായ അപ്പനായാലും അമ്മയായാലും അപ്പൻ തന്നെ, അമ്മ തന്നെ. അതിൻ്റെ പിറകെ പാസ്റ്ററുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പിറകെ പ്രവാചകനുള്ളൂ. അപ്പനും അമ്മയ്ക്കും വരുന്ന വേദന മറ്റുള്ളവർ ആർക്കും വരത്തില്ല. ഉറപ്പാണത്. ഞാൻ വിളിച്ചു, തലയ്ക്കടി കിട്ടി, കൈകാലം മുറിഞ്ഞു, ഇന്ന് കിടക്കേ 2 ദിവസമേ ആയുള്ളൂ. കാരക്കോട് ആശുപത്രി കൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരു കേടും അകത്തു വന്നില്ല. പക്ഷെ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഞാൻ പെട്ടെന്ന് മൈലപ്പുറ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാൻ പ്രസംഗം നിർത്തി. ഉച്ചത്തെ സെക്ഷൻ കഴിഞ്ഞ് കാർ ഓടിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ, ഞാൻ ഇവിടുന്ന് കാറിലാണ് പോയെ, അവൻ എന്നോട് ചോദിക്കുന്നു, പപ്പ ഞാൻ എവിടെ വീഴുന്നു, എനിക്ക് എന്ത് സംഭവിച്ചു, ഈ അലമാര ഇവിടെ കൊണ്ടുവച്ച ആര്, പപ്പയ്ക്ക് ആര് കാറ് വാങ്ങിച്ചു തന്നു എന്നൊക്കെ മൈൻഡ് മാറിയ സംസാരം. അപ്പന് വേദന ഉണ്ടാകുമോ? വാവിട്ട് രാത്രി 10 മുതൽ 3 മണി വരെ കരഞ്ഞു. കർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവൻ്റെ ബുദ്ധിയുടെ മേൽ കർത്താവ് ചലിച്ചേ പറ്റൂ. ഞങ്ങൾ 2 പേരും മാറി മാറി കരഞ്ഞു. ചൊവ്വാഴ്ച രാത്രി, കഴിഞ്ഞ രാത്രി. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ നോർമലായി. ഇന്നൊരു കുഴപ്പവുമില്ല. കാരണം അപ്പൻ കരഞ്ഞാൽ വിടുതലുണ്ട്, അമ്മ കരഞ്ഞാൽ വിടുതലുണ്ട്. അതിൻ്റെ പിന്നിലെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥന കരയുന്ന അപ്പനും അമ്മയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കരയുന്ന അപ്പനും അമ്മേരെയും വാക്കിനെയും മക്കൾ അനുസരിച്ചേ പറ്റൂ. അവരെ പ്രൈസ് ദി ലോർഡ്. എത്ര എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അതിൻ്റെ വാക്ക് കീഴ്പ്പെടണം. അവരെ പഠിപ്പിക്കാൻ പോകരുത്. അവർക്ക് താഴ്ന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ പ്രൈസ് ദി ലോർഡ് നിർത്താൻ പോകുകയാണ്. അചാലഘടക രഹസി അതുരാരഘടക സംഭവാരഹസി. ആ വാക്യം വായിച്ചെങ്ങനെയാണ്? ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാം. യേശുവേ വിളിക്കുക. വിളിക്കാൻ തയ്യാറായാൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാ തുറന്ന് ശ്വാസം മുട്ടി നീ രാവിലെ നടന്ന് വായിൽ കൂടെയും മൂക്കിൽ കൂടെ ശ്വാസം വിട്ട് ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റുന്നതിനേക്കാൾ ഇന്ന് രാത്രി വിളിക്കേണ്ട യേശുവേ. വിളിക്കാൻ തയ്യാറായി എല്ലാ ഞരമ്പിനകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങി ചെല്ലും. ചൂടബലഘടകസി. വിളിക്കാൻ തയ്യാറായാൽ എല്ലാ ലിവറിനകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങി ചെല്ലും. വിളിക്കാൻ തയ്യാറായ ബ്രെയിനിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി ചെല്ലും. വിളിക്കാൻ തയ്യാറായാൽ ഇവിടെ വിളിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം. യെസ് 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 യെസ്. ഉടബല വീരബര വൗക്ഷക രഗജന ഹിഗരഗ അർക്കല വൗക്ഷല വേദക രഗജ. യെസ് യെസ്. ഓരാസാദ വൗക്ഷാരാഗ ധിഗാരഗജ ശിഖബര ജഗലഗ രഗജന വിഗബര അർക്കബരഗതി ഷാദുലരാജ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കട്ടെ. ഈ രാത്രി അഭിഷേകത്തിന്റെ തീ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി വിളിക്കാത്തവർ വിളിക്കട്ടെ. ഷദര ഹദരജനാദി. ആന്റിയെ പ്രാർത്ഥിച്ചതിനും കരഞ്ഞതിനും ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോയാ. ഒരുപാട് പ്രാർത്ഥിച്ചതും കരഞ്ഞതും ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടതും ആരെയാ നോക്കുന്നത് സഹോദരി? ആരെയാ നോക്കുന്നത്? പാമ്പ് തലയിടും പോലെ ആരും പുറകിലോട്ട് നോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ചില പ്രത്യേകമായ വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോയ ബാക്കറ്റമിരിക്കുന്ന അമ്മയോട് ഷാദാര വൈഡാമാന ഭൗഷസി ആത്മീക തലത്തിൽ ഇറക്കി വന്നതും പ്രാർത്ഥിച്ചതും കരഞ്ഞതും കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും പരാജയപ്പെടത്തില്ല. ഇനിയും ചോദിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് ചലിക്കാൻ പോവുകയാണ്. ഉടമനഘടകസിയാര ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച കണ്ണുനീരിൻ്റെ വക്കിലൊക്കെ കുഞ്ഞു പ്രായം മുതൽ പറഞ്ഞാൽ തീരാത്ത പ്രതികൂലത്തിൽ കൂടെ ഇതുവരെ കൊണ്ടെത്തിച്ചത് പരാജയപ്പെടുവാനല്ല. ഇന്ന് രാത്രി ഈ അമ്മയുടെ ശരീരതലത്തിൽ ചില വിടുതൽ നടക്കുവാൻ അടകജനകസി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ശാരീരിക മണ്ഡലത്തിൽ ചില വിടുതൽ നടക്കാൻ പോകുക. ചൂടപാരഘടകരകസി പ്രാർത്ഥന പരാജയമല്ല അമ്മേ. അതൽക്കര അബീകസി വൈഷസി രാത്രി കരയാൻ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ മകത്വത്തിനായി വാഴ്ത്തത്തം ബാലൻസ് വയ്ക്കാതെ ചിലതുകൂടെ കാണുവാൻ അടകാമരകരകജന ആയുസിനോട് യുദ്ധം ചെയ്യുന്ന അസ്വസ്ഥത എടുത്തു മാറ്റി വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയും വന്നിട്ടുണ്ട്. കരയാൻ തയ്യാറായാൽ എത്രയോ വിഷയത്തിന് എത്രയോ വ്യക്തികൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം കണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ വിടുതൽ വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ച് കരഞ്ഞാട്ടെ, കർത്താവ് ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട്, ഞാൻ നിർത്താൻ പോവുക. ആർക്കെങ്കിലും ദൂത് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും പിറകിലോട്ട് തിരിയരുത്. തിരിയുന്നത് ആർക്ക് പറയണമെന്ന് കേൾക്കാൻ വേണ്ടിയാ തിരിയുന്ന, ആ കേപ്പ് വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ കയറി പ്രസംഗിക്കാൻ നിന്ന സമയം മുതൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ആ അമ്മയുടെ മേലൊരു വിടുതൽ ആവശ്യമാണ്. ഒത്തിരി ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ച ഒരു അമ്മയാ. അർക്കമാന ഘടക ജനകസി. ആ വിടുതന്റെ കരം ഇന്ന് രാത്രി ശരീരത്തിന് മേൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവപ്രവർത്തി വെളിപ്പെടും. രോഗിയാക്കി ഒതുക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥത 2015 രോഗിയാക്കാൻ അജകാരകസി അസ്വസ്ഥത ഇട്ടിരിക്കുന്ന ബലഹീനത ഇന്ന് രാത്രി അഴിയുവാൻ ദീപാരഹത്തുനി ജഗൽക്കര കരയാൻ തയ്യാറായാൽ ഞാൻ വന്നത് കൊണ്ടല്ല, നിങ്ങളുടെ മേലൊരു ദൈവ സാന്നിധ്യം കിടപ്പുണ്ട്. അത് മുഖാന്തരം വിടുതൽ ശരീരത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, യേശുവേ. ദാവീദ് പുത്ര വിളിച്ചു, ഒരു ഭാഗം പറഞ്ഞു, മിണ്ടരുത്. എന്ത് ചെയ്യരുത്? മിണ്ടരുത്, ബഹളം വയ്ക്കണ്ട. ആരാ പോകുന്നത്? യേശുവ. ആര് പോയാലും നീ ബഹളം കാണിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ, ഒരിക്കൽ നിനക്ക് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പിശാച് മനുഷ്യരെ നോക്കി നിൽക്കേ. കണ്ണിനെ തുറന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. വാഴ്ത്തത്വം കാണാതിരിപ്പാൻ, വാഴ്ത്തത്വ നിവർത്തി കാണാതിരിപ്പാൻ, ഉയർച്ച കാണാതിരിപ്പാൻ, നന്മ കാണാതിരിപ്പാൻ, അനുഗ്രഹം കാണാതിരിപ്പാൻ, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി ഉടയേണ്ടതിന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കണ്ടിട്ടില്ലാത്ത വിടുതൽ 2015 കാണാൻ പോകുക. ചില വെളിപ്പാടുകൾ കാണട്ടെ, ദർശനങ്ങൾ കാണട്ടെ, അടകജടകടക ചില നന്മകൾ കാണട്ടെ, ചില ഉയർച്ചകൾ കാണട്ടെ, ചില വിടുതലുകൾ കാണട്ടെ, ചില ദൈവ പ്രവൃത്തി കാണട്ടെ. യെസ് 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 യെസ്. ഉടബല ദീരബര ബൗക്ഷക രഗജല ഘവനര അൽക്കല ബൗഡര ഷൈഡബ രഗന ഈഗൽ കടക ജഗന രഗന രാജ വൈഡാരാജ ജൂഡാമാന ശതജാരഗജ ദിഗജ കാണട്ടെ. പരിശുദ്ധാത്മ തീവ്ര വ്യാപാരം കാണട്ടെ, ആ ദൈവപ്രവൃത്തി കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ. അർക്കലവോക്ഷല വേദകരാധിക വീഗവരഗജന ശതജൽക്കടക ദിഗവാരഗന. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് ചില കുഞ്ഞുങ്ങളെ 2015 പ്രവചനാത്മാവിന്റെ തീയാൽ അഭിഷേകം ചെയ്യാൻ പോവുക. ആഗ്രഹമുള്ള തലമുറയുടെ മേൽ ചീബാര വൈഡാര ഹബ്തുന ശുശ്രൂഷകന്മാർ ഇവിടെ നിന്ന് പോയത് മാത്രമല്ല, ഇനി ചിലരെ കൂടെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പനും അമ്മയും ആഗ്രഹിക്കുന്ന മക്കളെ അല്ല ശുശ്രൂഷയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമുണ്ട് ചിലരെ തിരഞ്ഞെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും ആഗ്രഹിക്കുന്നവരല്ല ഉപദേശിയാകാൻ പോകുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളവർ ഉപദേശിയായ നിലനിൽക്കും. അവരായെങ്കിൽ മാത്രമേ അവസാനം വരെ പോകൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. ചില തിരഞ്ഞെടുപ്പ് നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ ശക്തമായി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ അഭിഷേകത്താലൊന്ന് തിരഞ്ഞെടുക്കാൻ പോകുക. ഉടവാരകനെ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, റൂട്ട് തെറ്റാതിരിപ്പാൻ, വഴി തെറ്റാതിരിപ്പാൻ, വശീകരണത്തിന് വീഴാതിരിപ്പാൻ, അടകജനാദി വൈഷസി തലമുറകളെ തിരഞ്ഞെടുക്കാൻ ഈ വർഷത്തും ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചലിക്കുന്നതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പറഞ്ഞില്ലേ മുൻകാലഘട്ടത്തിൽ ഈ ഭിത്തികളിൽ പോലും പരിശുദ്ധാത്മന്റെ തീ കത്തുമെന്ന്. ആ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ സമയമായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ വിളിച്ചു. പലരും ശാസ്ത്രത്തിനും വിളി നിർത്താത്തത് കൊണ്ട് യേശു അവിടെ തിരിഞ്ഞു നിന്നു. യേശു എന്ത് ചെയ്തു? തിരിഞ്ഞു. ഒരു ചോദ്യം, നിനക്കെന്താണ് ചെയ്തേണ്ടത്? നമുക്കറിയാം. നമ്മുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയാം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണമെന്നും ആരാകണമെന്നും ആരെ ആക്കണമെന്നും ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം എന്ത് ചെയ്യണം. എന്നിട്ട് അവൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണമെന്ന്, എന്താണ് ചെയ്യേണ്ടത്? ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് കാഴ്ച മാത്രം കിട്ടിയാൽ മതി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് ഷുഡാര ഹബ്തുന 10 വിഷയം നമ്മൾ പ്രാർത്ഥിച്ചാലും ആദ്യം ഏത് വിഷയത്തിനും മറുപടി തരേണ്ടതെന്ന് ദൈവത്തിനറിയാം. രോഗം മാറാൻ പ്രാർത്ഥിച്ചാലും, സാമ്പത്തികത്തിന് പ്രാർത്ഥിച്ചാലും, ആത്മീകത്തിന് പ്രാർത്ഥിച്ചാലും, ഏത് വിഷയം പ്രാർത്ഥിച്ചാലും നമ്മൾ നമ്പർ ഇടുന്ന വിഷയത്തിനല്ല മറുപടി, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വിടുതൽ നടക്കും. പ്രൈസ് ദി ലോർഡ്.
അതോ രാവിലെ ഇവിടെ പറഞ്ഞല്ലോ, ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്താണ് പ്രിയാച്ചാനെ ഇന്നും ദൈവം തൊട്ടത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആരെയും കണക്കുകൂട്ടലല്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ വലുതാണ്. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ ഭയങ്കര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ ഒരു മനുഷ്യൻ്റെ പരിധിക്ക് ഒതുങ്ങത്തില്ല. പരിധിക്കപ്പുറമായിട്ട്, നമ്മുടെ കണക്കുകൂട്ടലിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മനസ്സിലോ, ഇട്ടാവട്ടത്തിലിട്ട് കറക്കി നമ്മുടെ കണക്കൂട്ടലും കമ്മിറ്റിക്കാരുടെ കണക്കൂട്ടലും പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണക്കൂട്ടൽ നിവർത്തിയാകാൻ പോവുകയാണ്. മനസ്സിലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, സഭാ അംഗം കമ്മിറ്റിക്കകത്ത് തീരുമാനമെടുക്കുന്നത് പൊളിഞ്ഞു പോകുമെന്ന്. അത് ആത്മീകമല്ല, അത് ജഡീകമാണ്. പക്ഷെ ദൈവത്തിനൊരു കണക്കൂട്ടലുണ്ട്, അത് നിവർത്തിയാകാൻ പോകുന്നത് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിർത്തടാ നിന്റെ വിളി, വിളിക്കണ്ടടാ എന്ന് പറഞ്ഞിട്ടും കേൾക്കാം. ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അവൻ വിളിച്ചുകൊണ്ടിരുന്ന അവനൊരാഗ്രഹം, യേശുവിനെ എനിക്കൊന്ന് കാണണം. കേട്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്, അവൻ്റെ കാൽപാദത്തിൻ്റെ ഒച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അജനഘടക ജനാദികൾക്കമനബോക്ഷസി, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സന്തോഷത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഈ ബുദ്ധിമുട്ടും ബത്തപ്പാടുമൊക്കെ സഹിച്ച് നമ്മൾ വന്നത് വെറുതെ പോകാനല്ല, തമ്പുരാന്റെ മുഖത്തെ ഒന്ന് കാണുവാൻ, അവന്റെ മുഖത്തെ, അവന്റെ ശോഭയെ, അവന്റെ സൗന്ദര്യത്തെ ഒന്ന് കാണുവാൻ. ഉടമന ജഗനഘടകസി വന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി പറ, കർത്താവേ എനിക്കൊരു ആത്മീക കാഴ്ചപ്പാട് അത്യാവശ്യം. കാഴ്ചപ്പാടില്ലാത്തവരാണ് ചീറ്റപ്പുലി പോലെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വാക്കിന് മുമ്പിൽ താഴത്തില്ല, ചിറിക്കും. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, ആത്മീക നഷ്ടപ്പെട്ടു. ഒരിക്കൽ കാഴ്ചപ്പാട് കിട്ടിയതാണ് സ്നാനപ്പെട്ട സമയത്ത്. ഇപ്പം അതും കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞ് കാഴ്ചപ്പാട് എന്നേ പോയി. അധാരകൾക്കനവശി ഇന്ന് രാത്രിയിലും ആത്മീക കാഴ്ചപ്പാട് പ്രാപിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. അധാരകൾക്കൻ അവൻ ഉറക്ക വിളിച്ചു, യേശു തിരിഞ്ഞു നിന്നു. അധാരകസി അവനെ വിടുവിക്കാനിടെ ഇന്ന് രാത്രി കണ്ണുകൾക്കകത്ത് ഓപ്പറേഷൻ വരുത്താൻ ശ്രമിക്കുന്ന ബലഹീനത ഈ രാത്രി കർത്താവ് അഴിക്കാൻ പോവുകയാണ്. ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ ഒരു കണ്ണിനെ പൊട്ടക്കണ്ണ് പോലെയാക്കി മാറ്റിയിരിക്കുന്ന ആ കണ്ണിനകത്തുള്ള തിമിരങ്ങൾ ഇന്ന് രാത്രി അതൽക്കവന ബൗഡവന യേശുവിന്റെ കരം നിന്റെ കണ്ണിന്റെ മേൽ വയ്ക്കുമ്പോൾ അബ്ദുരാരകന ആ കണ്ണിനകത്ത് വേദനയിട്ട് കുത്തി ഉളയുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റി വിടുവിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആത്മീകമായ വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ അടകജനാദി വൈക്ഷസിയാര ഘടകം കേട്ട വചനത്തിന്റെ മുമ്പിൽ ആത്മീകമായ കാഴ്ചപ്പാട് വ്യാപരിക്കട്ടെ, ആത്മീകമായ വിടുതൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരാദരാജനാദി ശബല ഘടകജന ഹതുരബികബൽ ഖമന ഘടകാരാദി. കേട്ട ദൂതിൻ്റെ മുമ്പിലെല്ലാം കണ്ണുമടയട്ടെ. എല്ലാവരും പറഞ്ഞു ഒരു ചില മിനിറ്റുകൾ മാത്രം ചിലരോട് കർത്താവ് സംസാരിക്കാൻ പോവുക. ശ്രീഭാരാതി അർഘമന ഘടകജനാദി ശാരജാര ഘടകം ദുരകം. ആ പ്രിയ അമ്മയോട് ശ്രദ്ധിക്കണമേ, ആ അമ്മയെ ഒന്ന് തട്ടി ഉണർത്ത്. അതുരജാന ഘടകം വിളിക്ക്. ഇന്ന് രാത്രി വിടുതൽ കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? അമ്മയ്ക്ക് വിടുതൽ കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? ശരീരത്തിൽ ചൂടാബാരാബ, ആ ശരീരത്തെ ബലഹീനതപ്പെടുത്തുന്ന ചില രോഗാത്മാവിൻ്റെ വ്യാപാരം. അർക്കമാന ഘടകജനാദി അതുരഘടകരഹസ്യാരം ഇന്ന് രാത്രി അഴിയേണ്ടതിന്. ക്ഷാരബാല വൈഡകൽക്കന വികസ്യാരം, ചികിത്സകൾ അനവധി നടത്തിക്കാൻ ശ്രമിക്കുന്ന രോഗാത്മാവിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി അഴിയുവാൻ. അമ്മ പുറമേ സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വ്യക്തികളുടെ മേലൊരു വിടുതൽ നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ശ്രീഭാരം ധൂടംബരകം മതൽക്കടക ജനഘടകരകതനി. പലപ്പോഴും കരയുന്ന ചില കണ്ണുനീരുകൾ പരിശുദ്ധാത്മാവ് ദർശിക്കുകയാണ്. ധീരജാല വൈഡിവി ശുഗൽക്കര ബൗഡമര ഘടകം. എൻ്റെ വിഷയത്തെക്കാൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വിടുതൽ നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ഊടാബ ഹതുരമന ഘടകരകന അർഘമാന ഘടകരകതനി ചോദിച്ച് കരയുന്ന ദാസിയോട് അനുഭവിച്ച കണ്ണുനീരുകളും കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളും
പ്രൗഢഭാരകടന്റെ ജീവിതമേ തകർന്നല്ലോ, ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ധീരാചാര വൈഡാമാന, നീണ്ട വർഷങ്ങൾക്ക് മുമ്പേ കരഞ്ഞ രാത്രികളിൽ എൻ്റെ ആത്മാവിൻ്റെ കരം നിന്റെ മേൽ ഇറങ്ങി വന്നു. ധീരചാരഘടകസി മരണത്തിന് ഏൽപ്പിക്കാതെ വിടുവിച്ചത് മറക്കേണ്ട എന്ന് പരിശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് 2015 എൻ്റെ ദാസിയോട് നിന്റെ ശരീരത്തിനകത്തൊരു സ്കാനിങ് നടക്കാൻ പോവുകയാണ്. അത് മനുഷ്യ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ശരീരത്തിൽ പ്രശ്നമുണ്ട് സ്കാൻ ചെയ്യുവാൻ. ധീരജാല ഘടക സ്കാനിങ് വെളിപ്പെടുമ്പോൾ തീരാത്ത വ്യാധിയായി അത് മാറാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി കരയാൻ തയ്യാറായാൽ അർക്കമാന ഘടകം രോഗത്തിൻ്റെ കെട്ട് ശരീരത്തിൽ നിന്ന് അഴിച്ചു വിടിവിക്കാൻ ശക്തനെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന അറിയിക്കുന്നു. ചുടിവിരിവി കഥരാജകൽക്കരം എണ്ണിയാൽ തീരാത്ത മറുപടികൾ തന്നത് ഒന്നുകൂടെ ഇന്ന് രാത്രി പിറകിലോട്ടിറങ്ങി ചിന്തിച്ചിട്ട് മടങ്ങി വരാൻ തയ്യാറായാൽ ദൂരാചാര വൈഡാമനകം ജനഘടകരകതനി ഇന്ന് രാത്രി ശാദരാദികൾ കവന മൗഢമനഘടകം എൻ്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ ശരീരത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവും. ശരീരത്തിൻ്റെ ഒരു സൈഡ്, ഒരു വശം കംപ്ലീറ്റ് സ്ട്രോക്ക് വന്നതുപോലെ മരയിപ്പും അസ്വസ്ഥതയും വിട്ട് തളർത്തിക്കൊണ്ടിരിക്കുന്ന ബലഹീനത ഇന്ന് രാത്രി ശരീരം വിട്ടഴിയേണ്ടതിന് ഷാദുര ഘടകം വേദകൽക്കന വിഗമന ഘടക രഹസ്യാര. ഓർക്കുന്നുണ്ടോ അർദ്ധരാത്രി കരഞ്ഞ രാത്രികൾ? കടക്കുമ്പോൾ തന്നെ ഞാൻ നേരം വെളുത്ത് എഴുക്കുമോ എന്ന് ചിന്തിച്ചപ്പോഴൊക്കെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവ സാന്നിധ്യം. ധീരം ഭാരം വന്നിരുന്ന സമയം മുതൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ, എൻ്റെ വിഷയത്തിന്മേൽ ഒരു വിടുതലയക്കണമെന്ന് ചോദിക്കുന്ന അമ്മയോട് ചൂടഭാര ഘടകരകതരി ശരീരത്തിൻ്റെ ഒരു വശത്തെ സ്ട്രോക്ക് പോലെ ഇട്ട് തളർത്തിക്കളയാൻ ശ്രമിക്കുന്ന ബലഹീനത ഇന്ന് രാത്രി ദൂരജാല ഘടകരകൾക്കമന പൗഷസിയാര മാറിക്കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും. ഡോക്ടേഴ്സ് സ്കാനിങ് നടക്കുവാൻ പറയുന്ന വർഷമാണ് 2015. പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യം. അതുമാത്രമല്ല, പ്രാർത്ഥിച്ചിട്ടും വരാത്ത ചില വ്യക്തികളെ ഞാൻ സന്ദർശിക്കാൻ പോവുകയാണ്. ക്ഷീഭാരം, ചൂടാഭാരം, വേദിക്കടക വൈഡകരകടകരകനി ആത്മീക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ചിലരെ ഞാൻ സന്ദർശിച്ച് കുടുംബത്തിൽപ്പെട്ട ചിലതിനെ നിന്നോടുകൂടി ആരാധിക്കേണ്ടതിന് മടക്കി വരുത്തുന്ന ദിവസമാണ് 2015 എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതറിയിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വ്യക്തികളായിരിക്കുന്ന രാജ്യങ്ങളിൽ വിടുതൽ നടക്കേണ്ടതിന് അടകരാതി ബൗഡബാരബലമൗട്ടസിയാര് അബ്ദുനാരകസി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് നീ പാർക്കുന്ന ഭവനത്തിൽ സ്വസ്ഥതയോടെ പാർക്കാൻ വിടത്തില്ലെന്ന് ഒന്നിനു പിറകൊന്ന ആഭിചാര ശക്തികൾ ചെയ്ത് ഓട്ടിക്കാൻ നോക്കിയവന്റെ നടുവിൽ അവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ആത്മാവിന്റെ കരമ. എൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥന പരാജയമല്ല. ഇന്ന് രാത്രി കരയുന്ന ഈ രോഗത്തിന്റെ കെട്ടഴിയുവാൻ ഉണരാൻ തയ്യാറാകുമ്പോൾ വിടുതൽ വിഷയത്തിന്മേൽ പല അത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ശീകൽക്കനാദി അധുരജാല ഘടകരക സന്തരാജകന വൈക്ഷം ഭീകവൽക്കമന ഘടകരകനി പാർപ്പിക്കത്തിലെന്ന് പിശാചും മനുഷ്യരും വെല്ലുവിളിച്ച് ഭൂമി സംബന്ധമായ പ്രതികൂലത്തിന്റെ കാറ്റുകൾ വീശി തകർത്ത് കളയാൻ പദ്ധതിയിട്ടപ്പോഴൊക്കെ പ്രാർത്ഥിച്ച കണ്ണുനീര് വിടുതലും വിജയവുമായി മാറി. ശീകരാധികം ബൗഡവൽക്കമന വിഗമന ജനഘടകര. രാത്രി നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സഭ ഒരുമിക്കണം. ഞാൻ രാവിലെ പറഞ്ഞു പരിശുദ്ധാത്മാവ് എഴുതി കാണിച്ച വിഷയം ഈ സഭയെ 2 തട്ടിലാക്കി വിശ്വാസികളെ ഭിന്നിപ്പിച്ച് ഇവിടെ ഒരു കമ്മിറ്റി പോലൊരു തീരുമാനമെടുത്ത് അതിനകത്ത് നിസ്സാര വാക്കുകളിട്ട് ഐക്യതയെ നഷ്ടപ്പെടുത്താൻ പിശാചിന് പദ്ധതിയുണ്ട്. ദൈവജനം അതിൽ വീഴരുത്. അതിനെ ആരാധിച്ച് ജയിക്കണം, പ്രാർത്ഥിച്ച് ജയിക്കണം. ഒരാൾ പറയുന്നത് മറ്റൊരാളിന് ഇഷ്ടപ്പെടാതെ വാക്ക് തർക്കം നടക്കുന്നതിൻ്റെ ദൈവാത്മാവ് എന്നെ കാണിച്ചിട്ടുണ്ട്. ചൂടാപാര ഹത്തുനാജകൽക്കവന വിശ്വാസികൾ തന്നെ കൂടി ഒരു തീരുമാനം കമ്മിറ്റി പോലെ എടുത്തിട്ട് അത് ഒരാൾ പറയുന്നത് മറ്റൊരാളിന് ഇഷ്ടപ്പെടാതെ അതിനകത്ത് വാക്കിട്ട് വാക്ക് തർക്കമിട്ട് ഈ ആത്മീക സഭയെ കലക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാട്ടമുണ്ട്. അത് വിശ്വാസിയുടെ കുഴപ്പമല്ല. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ പോര് കർത്താവ് അഴിച്ച് ട്രിവാൻഡ്രം പട്ടണത്ത് വെച്ച് ഈ സഭയെ കർത്താവ് മാനിക്കാൻ പോകുന്നു. പ്രാർത്ഥന പരാജയമല്ല. അതിനോടൊപ്പം പിന്മാറ്റക്കാരെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് ഗീതമില്ലാത്തവനെ പറിച്ചു മാറ്റുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ഉണരുക, ശക്തമായി കരയുക. അനുഗ്രഹം പ്രാപി കേട്ട ദൂതിന് മുമ്പിൽ എല്ലാവരും എഴുന്നേൽക്കാൻ നമ്മൾ ചില സെക്കൻഡുകൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോയി. എല്ലാവരും എഴുന്നേറ്റാണ് അല്പസമയം മുൻപോട്ട് പോയി ക്ഷമയം വെളിപ്പെടും. ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ സൈന്യത്താലും ഗ്ലോറി ആർത്തുപാടി കർത്താവേ ഒരത്ഭുതം ചെയ്യണമേ.
ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തോടെ പോരാടുന്ന സകല പോരുകൾ വഴിയട്ടെ. ഓ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ കൂടപരാധിന വൈക്ഷപരസ്തുര വേദകരാതി. ഓ പരമപിതാവേ അവനെ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി യേശുവിന്റെ നാമത്തിൽ ഈ അമ്മയുടെ മേൽ വിടുതൽ നടക്കട്ടെ കർത്താവേ. ഓ സൗഖ്യമാകട്ടെ, സൗഖ്യമാക്കണമേ. സൗഖ്യമാകട്ടെ. ഓ ചവരം തരവ ഉടപരാധിക വേദകരക്ഷ എന്തൊക്കെ സുന്ദ. ഓ ഉടമാനക്ഷാര വൈഡാരാജാദ അംബൽ കടകസ്യാരം ഭാരം പ്രൗഢം അപ്തുരവേദം ഷാദേ അംബലവ ഉടപരാജകന അർക്കൽ പ്രൗഢസ്യാ ഗ്ലോറി മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവ നദിയൊഴുകാനേ മുട്ടോ. ഓ ആമേൻ. യെസ് ചുരമൗഡല ഹംദര വീഗവരച്ചൽ സൈഡവരാദ വൽകടകടകൾ കടകരദിനവൽ കടകരദഗരേ രഗദേ കടകൽ കടകരദ. ഓ ജീസസ് ഉടാമാന ഹദുരാജകര രഗദൽ കടക വൈഡൽ കമനാതി അഭിഷേകത്തിലെത്തി കടകൽ കടകക്ഷകര ഇന്ന് രാത്രി യൗവനക്കാരുടെ മേൽ ഇറങ്ങി വരട്ടെ. ചൂടക്കാര ഊടാവാര. ആമേൻ. യെസ് ഉടാവാര അൽപ വൈഡാരഗ തൂരാദ ദീഗൽകാര ദിയൻ കട്ടട്ട അത്തരകക്ഷകരം പ്രൗഢക്കാരം പ്രൗഢസാരം വേദിക്കട്ടം അഭിഷേകത്തെ തീകത്തൂയ പോരുകൾ അഴിയട്ടെ. അത്തുരപക്ഷം വാഴരാക്ഷം മൗഢാവാരം അഭിഷേകത്തിലെ തീ വ്യാപരിക്കട്ടെ. ഓ രാമ രാമ ചബ രാമ രഗ ജഗ രാ യെസ് 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 അസ്തഗനാദഗനാദഗന ഉടബല ദിനബര വരബല മൗഖ അർക്കല ഗണഗന ചൈഡ ജഗദ ദിഗജ ദീവൽ കടഗ യെസ് 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 അസ്തഗനാദഗനാദിഗനാദഗന ഉടബല ദിഗബര വരബല മൗഖ ഓ അഭിഷേകത്തിലെ തീ കടകൽ കടകൽ കടക ചില രോഗങ്ങൾ ഇന്ന് രാത്രി അഴിയുകയാണ്. ചില പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിലെ തീ കുഞ്ഞിനെ മേൽ കത്തട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ആവിചാരങ്ങൾ അഴിയുകയാണ്. ഹാർട്ടിന്റെ ബ്ലോക്കുകൾ അഴിയുകയാണ്. ഹാർട്ടിന്റെ ബ്ലോക്കുകൾ അഴിയുകയാണ്. ആ തലപ്പെരിപ്പ് ഇന്ന് രാത്രി ഉടയുകയാണ്. ആരാധന വെളിപ്പെടട്ടെ, പ്രാർത്ഥന വെളിപ്പെടട്ടെ. എല്ലാ സഹോദരന്മാരും ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശക്തി തൊടുകയാ. തൊടുന്നു തൊടുന്നു തൊടുന്നു. യേശുവിന്റെ ആണിപ്പഴത്തെ കാലം ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ തിളച്ച വെള്ളത്തിൽ ആവി പോകുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീ ഇന്ന് രാത്രി ഹോളിനകത്തേക്ക് വ്യാപരിക്കുന്നു. എല്ലാ വെല്ലുവിളികളും വഴിയുക ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ചലിക്കാത്തത് ചലിക്കട്ടെ, ആരാധിക്കാത്തത് ആരാധിക്കട്ടെ. കുടുംബത്തിലെ കലക്കപ്പെടുന്ന കലക്കത്തിന്റെ ആത്മാവേ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ട് അഴിയട്ടെ.
രഗശൽ കത്ത കൽക്കദത്തര കത്ത റാസി കമാന ഘടക രഗതി ഘടകന. യെസ് 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 യെസ്. പ്രവചനത്തിന്റെ തീ വ്യാപരിക്കട്ടെ, രോഗശാന്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി മുഴകൾ മാറട്ടെ. രക്ഷകരത്തര കൽക്കട ഗഞ്ചകരന്തര കൽക്കട ഗഞ്ചകരത്തര കൽക്കട രക്ഷ വൈഡാരക്ഷ വീകൽക്കാര വൈരക്കട്ടി വേദകരക്ഷം ധീരാഗക്ഷം അത്തുരവക്ഷം വീകവലക്ഷം മാതികവേദം ദീവൽക്കത്തം അഴകമ്മരകം കട്ടികരക്ഷം ചൂടക്കടക വീകവലക്ഷ വീകം വീക. ഏരിക്കത്തെ വൽക്കത്താനെ ഹച്ചക്കത്തെ ചലിക്കട്ടെ 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 ചലിക്കട്ടെ. തീയായി ഓ റകസദിയാനാലിയ ആസരദരദരദര ഘടകരക ജല ഘടകം വരദുരി ഘടകം ഹല്ലേലൂയ അർക്കമാന ഘടക ജനഘടകം ആമേൻ. ജീവൽ ഘടക ജഗൽക്കരം. ഒരു വിഷയം കൂടി ഇന്ന് രാത്രി പ്രാർത്ഥന നടത്താൻ പോകുക. ആ ബാക്ക് അറ്റം നീല ഷർട്ട് ഇട്ടിങ്ങനെ ചായഞ്ഞു വരാട്ടെ. ചിബാന ഹത്തുനി ജകാരം അടകജനാദി വൈഷസിയാന ഘടകരകനി. ആ കുടുംബത്തെ കർത്താവ് വിടുവിക്കുകയാ. ഷിബികല ജഗനഘടകരകസിയാര അർത്തുരബികമൽ കമന ഘടകം. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാത്രി ഒരു പ്രത്യേകമായ ദൈവശക്തി ഷീബാര ദീകൽക്കരം. അദ്ദേഹത്തെ ദൈവം വിളിച്ചൊരു മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ വിളിച്ചിറക്കി വന്ന ഒരു മനുഷ്യനല്ല. ആർക്കും പിടികൊടുക്കാത്ത വ്യക്തി ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നെങ്കിൽ പരിശുദ്ധാത്മ എഴുതി കാണിക്കുന്നു. ചൂടവാര ഹംദര ജഗന. ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ അന്മ ചലിക്കുന്നുണ്ട്. അതാ അദ്ദേഹത്തിന് രാവിലെ ഉള്ള യാത്രയിൽ പതിയിരിപ്പിക്കുന്ന ചില കുരുക്കുകൾ ഇന്ന് രാത്രി കർത്താവ് അഴിക്കുകയാണ്. റീവൽക്കമന ഘടകം മനകം ജനഘടകരകരി. അപ്പോൾ തന്നെ ഈ ശരീരത്തിന്റെ പുറം നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അകത്തൊരു പ്രത്യേകമായ രോഗം കൊണ്ടിട്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ രോഗത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി അഴിയുവാൻ ശക്കര ഘടക രകന ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടേണ്ട ഒരു ദാസനാണ്. അദ്ദേഹത്തിന് ദൈവത്തിന്റെ തീ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാർക്കുന്ന വീട്ടിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഈ ശരീരത്തോട് പോരാടുന്ന സകല പോരാട്ടത്തെയും നാസറേനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിക്കുകയാണ്. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. ഓ റാബാ സീകാ ബാബാ ഷൗഡാവാര. പ്രത്യേകിച്ച് അസ്ഥിയോട് നടുവിനോട് നട്ടലിനകത്ത് വേദനയിട്ട് ബന്ധിച്ചു പോരാടുന്ന സകല പോരിന്റെ ആയുധം ഇന്ന് രാത്രി ഉടയട്ടെ. യെസ് 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 യെസ്. അസ്തൽക്കത്തം ഗേരകനം ചം ധീരാവാദം ധേരാഘട്ടം വാത്തക്കാരം ധേരൽ കടകം ധീവലവക്ഷം തകനം ചം ധേരകലത്തം ധീരകലച്ചം ധേരിക്കടകം തകനം ചം ധീവലവത്തം കൽക്കടകച്ച കേതികരത്തൽ കാതികരത്ത. യേശ് 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 യേശ്. ശക്തിയോടെ ഉടവാ രഗസ്തന ധനാധര ദിരവൽ കടക രഗദ രഗതി ഹൽഹത്തേരി കടകൽ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ദൈവസംരക്ഷണം സ്വീകരിച്ച് പകൽക്കാലം കടന്നു. പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുരക്ഷിത കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ വ്യക്തികളെ നന്ദിയിരിക്കും. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല രാത്രികാലവും കർത്തൃപാഠപടത്തിലായിരിക്കാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കർത്തൃത്വത്തിനെ കർത്താവിനോട് മതി അയച്ച ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ മണ്ഡലങ്ങളെ, ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ തലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ഭൗതികമായി ശാരീരതലത്തിൽ മാത്രമല്ല, ആത്മീയ മണ്ഡലങ്ങളിലും ആത്മാവിലൊരു കുതിച്ചെഴുന്നേൽപ്പ്, ആത്മാവിലൊരു ദർശനം നമുക്ക് ആവശ്യമാണ്. ആ ദൈവിക ശബ്ദം ആത്മീയ, മാനസിക, ശാരീരിക മണ്ഡലങ്ങളിൽ ഒരു ദൂതായി ദൈവപ്രവൃത്തിയായി വെളിപ്പെടുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വരും ദിവസങ്ങൾ കടന്നു പോകുന്ന രാജ്യത്തിനായ ദേശത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്തൃത്വത്തിനെ കർത്താവ് ദേശത്ത് ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. തന്നെ മടക്കയാത്രയ്ക്കായി കുടുംബമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. വിശേഷാൽ ഇന്ന് രാത്രികാല ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന നമ്മ എല്ലാ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ വിടുതലുകൾ, ഉദ്ധാരണം കർത്താവ് ഏൽപ്പിക്കുവാൻ, ഇരുളിന്റെ ആഴങ്ങളെ കർത്താവ് ശാസിപ്പാൻ, ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ, നാളെ പകരത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കുക. ക്ഷണിക്കപ്പെട്ട കർത്തവ്യത്തിന് കർത്താവ് തക്ക സമയത്ത് അയക്കേണ്ടതിനായി ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ GS ജയൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ KM ജോസാർ ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യുമല്ലോ.
കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നാഥാ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം കേൾക്കപ്പെട്ട നല്ല ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആലോചന കർത്താവേ ഞങ്ങൾ ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു യഥാസ്ഥാനപ്പെടുന്ന കർത്താവേ, ഒരു രൂപാന്തരം കർത്താവേ ഞങ്ങൾ ജീവിതം അനിവാര്യമായിരിക്കുമ്പോൾ ഈ രാത്രികാലം ദൈവത്തിന്റെ കൽപ്പനകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് അധികം പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, അതുങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം വരുന്ന കർത്താവിന്റെ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മണ്ഡലങ്ങൾ ദൈവത്തിന്റെ കൃപയും കരുണയും സാന്നിധ്യവും കൂടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കരങ്ങളെടുത്ത് ശക്തിയോട് ഉപയോഗിക്കുമാറാകണമേ. അനേക ആശ്വാസം, നന്മയ്ക്ക് വിടുതലിനും അനുഗ്രഹത്തിന് കാരണമാക്കി തന്റെ ഭക്തന്റെ കരങ്ങൾ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ദൈവം അനുഗ്രഹിക്കുക, മാനിക്കുക, സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ തിരുക്കരങ്ങൾ കേൾപ്പിക്കുന്നു. നാഥാ, കേൾക്കപ്പെട്ട ആലോചനകൾ അവിടുത്തെ കരങ്ങൾ കേൾപ്പിക്കുന്നു. സഭ സ്നേഹത്തിൽ ഐക്യനിലയിൽ സഹായിക്കണമേ. ഇടർച്ച വരുത്തു വാസിപ്പിക്കുന്ന സകല അന്ധകാരത്തിന്റെ പൈശാചിക പോരാട്ടങ്ങളെ സ്വർഗ്ഗരാത്രികാലം ശാസിച്ചുകൊണ്ട് തന്റെ ജനത്തിന് വിടുതലും അനുഗ്രഹവും ആശ്വാസ ശുഭയാത്ര സഭയായ ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്ന പ്രിയപ്പെട്ട കരങ്ങൾ കേൾപ്പിക്കുന്നു. നാഥാ, പൂർണ്ണമായ ഭാഗമായി ഉപവസിക്കുന്ന പ്രിയപ്പെട്ടുണ്ടല്ലോ, അവിടെ ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണം. നമ്മുടെ വിഷയങ്ങളുമേൽ ചെറുതും വല്ലമായ സകല വിഷയങ്ങളുമേൽ ദൈവത്തിന്റെ കരുണയുള്ള കരം നീട്ടി കഥ വിടുവിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന കരങ്ങൾ കേൾപ്പിക്കുന്നു. തന്റെ ഭക്തൻ ദൈവം തക്ക സമയത്ത് കൂട്ടിച്ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഉദ്ധാരണം ദൈവം നൽകി മാനിക്കണമേ. വിശ്വാസമാർക്കായി പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണമേ. സഭാ ശുശ്രൂഷമാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിലനിർത്തുമാറാകണമേ. ശക്തിയോടെ കർത്താവേ, അല്ലെങ്കിൽ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നത് ഓരോ പ്രിയപ്പെട്ട പേര് വരാത്തിരി കരങ്ങൾ കേൾപ്പിക്കുന്നു. നാഥാ, ഒരു വിഷയങ്ങൾ വിടുതലയക്കണമേ. വലിയ ഉദാഹരണം നന്മകൾ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലടികളെ സമാധാനത്തെ മടക്കി അയക്കണം. തിരുനാമഹത്വം എടുക്കണം. യേശു ക്രിസ്തുനാമത്തിൽ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പാടിച്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്ങളിലെ വിശന്മാരോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. മുഖാന്തരം ജയന്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.